കർത്താവിൻ്റെ വിലയേറിയ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് രാത്രിയിലും കർത്താവിൻ്റെ വചനം ശ്രദ്ധിപ്പാൻ കടന്നു വന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. വിശുദ്ധീകരണം എന്ന വിഷയം 5:12 തൊട്ട് 8-ാം അധ്യായത്തിൻ്റെ അവസാനം വരെയാണ്. 8-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യം 39-ാമത്തെ വാക്യം വരെയാണ്. നാം റോമലേഖനത്തെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ശ്രദ്ധിക്കുകയുണ്ടായി. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇല്ലാത്തവർക്ക് വേണ്ടി ഞാൻ ഓർപ്പിച്ചോട്ടെ, റോമലേഖനത്തെ 5ആയി തിരിച്ചാണ് പൗലോസ് ആ വിഷയങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. അതൊരു ലോജിക്കൽ ഡിവിഷനാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ വളരെ വ്യക്തമായി ഇത് ആശയങ്ങൾ പൗലോസ് അവതരിപ്പിച്ചിരിക്കുന്നത് ഒരു പ്രത്യേക രീതിയിൽ 5 വിഭാഗങ്ങളായിട്ട് പൗലോസ് വിഭജിച്ചിരിക്കുകയാണ്. അത് ആദ്യത്തെ 2 കഴിഞ്ഞു, 3-ാമത്തെ നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം തുടങ്ങി 3-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം വരെ ലോക മനുഷ്യരെല്ലാം, മതഭക്തനായിക്കോട്ടെ ഭക്തനല്ലാത്തവനായിക്കൊള്ളട്ടെ ആരുമായിക്കൊള്ളട്ടെ, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലും ഇല്ല എന്ന് നാം തെളിയിച്ചുവല്ലോ എന്ന് പൗലോസ് പറയുമ്പോൾ 3-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം വരെ പൗലോസിൻ്റെ ശ്രമം മാനവരാശി മുഴുവൻ പാപത്തിൻ്റെ കീഴിലാണ്. മനുഷ്യന് യാതൊരു രക്ഷയുമില്ല. സ്വന്തം പ്രവൃത്തി കൊണ്ടൊന്നും ഒരു നീതീകരണമില്ല. മതഭക്തനായി ജീവിച്ചാലും കൊള്ളാം, അല്ലെങ്കിലും കൊള്ളാം, അവന് യാതൊരു നീതീകരണമില്ല എന്ന് ആദ്യത്തെ 3-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം വരെ പൗലോസ് തെളിയിക്കുന്നു. 3:21 ഇപ്പോഴോ ദൈവത്തിൻ്റെ നീതി വിശ്വസിക്കുന്നവർക്ക് പ്രവൃത്തി കൂടാതെ വെളിപ്പെടുന്നത് 3:21 വാക്യത്തിൽ പൗലോസ് തുടങ്ങിയാണ്. അപ്പോൾ 3-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം തുടങ്ങി ഏതാണ്ട് 5-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം വരെ രക്ഷ അല്ലെങ്കിൽ സാൽവേഷൻ എന്ന വിഷയം പൗലോസ് കൊണ്ടുവരികയാണ്. എങ്ങനെ നീതീകരിക്കപ്പെടാം? നമ്മുടെ യാതൊരു പ്രവൃത്തിയുമില്ല. അബ്രഹാമിനെയും ദാവീദിനെയും ഒക്കെ കൊണ്ടുവന്ന് തെളിയിക്കുകയാണ്. അവരുടെ പ്രവൃത്തികളൊന്നും അവരുടെ നീതീകരണത്തിനായിട്ട് ഇല്ലായിരുന്നു. ദാവീദ് വളരെ പാപം ചെയ്തു. ദാവീദ് തന്നെ പറഞ്ഞു, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യനെ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാത്ത മനുഷ്യൻ. ദൈവം പാപം ക്ഷമിക്കണം, അങ്ങനെയുള്ള മനുഷ്യനാണ് ഭാഗ്യവാൻ. ദാവീദിന് അതല്ലാതെ വേറെ ഒന്നും അവകാശപ്പെടുവാനില്ല ഈ പാപം ചെയ്ത ശേഷം. അബ്രഹാമിനെ എടുത്തു. പൗലോസ് തെളിയിക്കുകയാണ്, അബ്രഹാം പരിശോധന ഏൽക്കുന്നതിന് മുമ്പ് ഒക്കെ അവൻ യാതൊരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല. ദൈവത്തിൽ വിശ്വസിച്ചു. മക്കളില്ലാതിരിക്കുമ്പോൾ നിന്റെ മക്കൾ ഈ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ ആകുമെന്ന് പറഞ്ഞപ്പോൾ അവൻ വിശ്വസിച്ചു. അവൻ്റെ വിശ്വാസം നീതിയായി കണക്കിട്ടു. അതിൻ്റെ ശേഷമാണ് പരിശോധനയൊക്കെ ഏൽക്കുന്നത്. സ്നാനമോ പ്രവൃത്തിയോ ഒന്നും ദൈവനീതീകരണത്തിന് മുന്നിൽ ഇല്ല. ദൈവം സൗജന്യമായി നീതീകരിക്കുന്നുവെന്ന് 2-ാമത്തെ ഭാഗത്ത് പൗലോസ് തെളിയിക്കുന്നു. നമ്മൾ ഓർത്തതുപോലെ 3:21 തൊട്ട് 5-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം വരെ 2-ാമത്തെ സെക്ഷനാണ്. പാപം, നീതീകരണം, സിൻ, സാൽവേഷൻ. അത് കഴിഞ്ഞ് ഏറ്റവും വലിയത് സെപ്പറേഷൻ, എങ്ങനെ വേർപെടണം. രക്ഷിക്കപ്പെട്ടവർ വേർപെട്ട് ജീവിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. എവിടെ നിന്നാണ് വേർപാട്, എന്താണ് വേർപാടെന്നൊക്കെ ആ ഭാഗത്ത് നമ്മൾ പഠിക്കുകയാണ്. നമ്മൾ ആ ഭാഗമാണ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. 5-ാം അധ്യായത്തിൻ്റെ 12 തൊട്ട് 8-ാം അധ്യായത്തിൻ്റെ അവസാനം വരെ സെപ്പറേഷൻ അല്ലെങ്കിൽ സാങ്ക്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ശുദ്ധീകരണം എന്ന വിഷയം പഠിക്കുകയാണ്. അതിൽ 6-ാം അധ്യായം നമ്മൾ കവർ ചെയ്തു. 7-ാം അധ്യായത്തിലേക്ക് വരികയാണ്. നോക്കുക, ഈ 2 അധ്യായം ക്രിസ്ത്യൻ ലൈഫിനുള്ള ബന്ധത്തിൽ ചാപ്റ്റർ 6 and 7 ഏറ്റവും പ്രധാനം. ഞാൻ ആവർത്തിച്ചത് പറയുന്നു. നിങ്ങൾ വീണ്ടും വീട്ടിൽ ഇരുന്ന് വായിക്കണം, അത് ധ്യാനിച്ചു നോക്കണം, പഠിച്ചു നോക്കണം, അപഗ്രഥിച്ചു നോക്കണം. എന്താണ് ഈ വിഷയം? രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതൽ, നീതീകരിക്കപ്പെട്ട ദൈവക്കൽ 6-ാം അധ്യായത്തിൽ വരുമ്പോൾ അവൻ എങ്ങനെ പാപം ചെയ്യാതെ ജീവിക്കണമെന്ന് പഠിപ്പിക്കുക. എന്തൊരു പഠിപ്പീര! 6-ാം അധ്യായത്തിൽ അവൻ എങ്ങനെ ഹൗ ടു സ്റ്റോപ്പ് ഡൂയിങ് ബാഡ് തിങ്സ്, തെറ്റായ കാര്യങ്ങൾ എങ്ങനെ ചെയ്യാതിരിക്കണം. പൗലോസ് പഠിപ്പിക്കുന്നത് 6-ാം അധ്യായത്തിൽ ആ വിഷയമാണ്. എന്തൊരു ചിന്തകളാണ് അവിടെ കൊണ്ടുവരുന്നത്. 7-ാം അധ്യായത്തിൽ വരുമ്പോൾ വേറെ വിഷയമാണ്. നീതീകരിക്കപ്പെട്ട നമ്മൾ ന്യായപ്രമാണം അനുസരിക്കുവാനായിട്ട് ബാധ്യസ്ഥരല്ല എന്ന് മറ്റു വിധത്തിൽ പറഞ്ഞാൽ എങ്ങനെ നമുക്ക് നല്ലത് പ്രവർത്തിപ്പാൻ കഴിയുമെന്ന് പഠിപ്പിക്കുക. 7-ാം അധ്യായം ഈ 6-ാം അധ്യായം പോലെ പ്രാധാന്യത. ഈ 2 അധ്യായങ്ങളും ശ്രദ്ധിച്ചാട്ടെ, ഈ ക്രിസ്ത്യൻ ലൈഫിൽ 2 എക്സ്ട്രീമിലേക്ക് മനുഷ്യർ പോകും. എപ്പോഴും there are 2 extremes. 2 എക്സ്ട്രീമിലേക്കാണ് ഈ വിശ്വാസികൾ, രക്ഷിക്കപ്പെട്ടവരൊക്കെ പോകുന്നത്. ഞാൻ ഈ ഭാഗം പഠിച്ചപ്പോൾ എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഞാൻ അപഗ്രഥിച്ച് നോക്കി. എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നു ചിന്തകൾ. അതായത് 6-ാം അധ്യായത്തിൽ നീതീകരണം, യാതൊരു പ്രവൃത്തിയുമില്ല. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള പ്രവൃത്തിയോ അതിൻ്റെ ശേഷമുള്ള പ്രവൃത്തിയോ ഒന്നും ആസ്പദമാക്കിയല്ല നാം രക്ഷിക്കപ്പെട്ടത്. അത് ദൈവം സൗജന്യമായി തരുന്നു. അങ്ങനെയാണെങ്കിൽ
ഒരു എക്സ്ട്രീം എന്നാന്ന് ചോദിച്ചാൽ എനിക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാമല്ലോ. ലൈസൻസ്, എക്സ്ട്രീമിറ്റി ഓഫ് ലൈസൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. സാധിക്കുകയില്ല എന്ന് 6-ാം അധ്യായത്തിൽ പൗലോസ് തെളിയിക്കുന്നു. പാപസംബന്ധമായി മരിച്ച നിങ്ങൾ ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങൾ യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്ഥാനമേറ്റവരല്ലേ? നിങ്ങൾ യേശുക്രിസ്തുവിനോട് ചേരാൻ സ്ഥാനമേറ്റപ്പോൾ നിങ്ങളുടെ പഴയ മനുഷ്യൻ മരിച്ചു, നിങ്ങളുടെ പഴയ വ്യക്തിത്വം മരിച്ചു, അടക്കപ്പെട്ടു, അതിൻ്റെ ശേഷം പുനരുദ്ധാനം പ്രാപിച്ചു. ഇനിയും നിങ്ങൾ അത് മനസ്സിലാക്കണം. നമ്മൾ പഠിച്ചു അതിൻ്റെ 6-ാം അധ്യായത്തിൽ 3 വാക്കുകളാണ് 6-ാം അധ്യായത്തിൻ്റെ കീ. 3 വാക്കുകളാണ് അത് തുറന്നു തരുന്ന താക്കോല്. അത് മനസ്സിലാക്കാനായിട്ടുള്ള വളരെ പ്രാധാന്യത അർഹിക്കുന്ന 3 വാക്കുകൾ. അതൊക്കെ നിറങ്ങളുള്ള പേനകളോ മാർക്കർ പെന്നുകളോ ഒക്കെ ഉപയോഗിക്കണം. ഞാൻ ബൈബിൾ പഠിക്കുമ്പോൾ ഈ മാർക്കർ പെന്നും ഒക്കെ എൻ്റെ അടുക്കൽ ഇരുമ്പോൾ ഞാനിതെല്ലാം ഉപയോഗിക്കും. എൻ്റെ ബൈബിളൊക്കെ എടുത്ത് നോക്കിയാൽ മുഴുവൻ ഇങ്ങനെ നിറങ്ങളും വരകളും ഒക്കെയാണ്. കാരണം അതൊക്കെ ഓർമ്മയിൽ നിൽക്കാനും പഠിക്കാനും വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഈ 6-ാം അധ്യായത്തിൽ വരുമ്പോൾ 3 വാക്കുകളാണ് 6-ാം അധ്യായത്തിൻ്റെ അർത്ഥം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ ഓർത്തു എന്താണ് ആ 3 വാക്കുകൾ? പാപം ചെയ്യാതെ എങ്ങനെ ജീവിക്കാൻ കഴിയണം? ഒന്നുകൂടെ ഞാൻ പറഞ്ഞു വിടാം. നിങ്ങളൊരു സത്യം അറിയുന്നു, യു നോ ഇറ്റ്. അത് വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നു. നോക്കിയാട്ടെ, 6-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം, സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആ വാക്യം വീണ്ടും 8-ാം വാക്യത്തിൻ്റെ അവസാനം, അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടെന്ന് നാം അറിയുന്നു. വീണ്ടും നമ്മൾ നോക്കിയാട്ടെ, 9-ാം വാക്യത്തിൻ്റെ അവസാനം, മരണത്തിന് ഇനി അവൻ്റെ മേൽ കർത്തൃത്വമില്ല എന്ന് നാം അറിയുന്നു. വി നോ, നാം അറിയുന്നു. ചില അറിവുകൾ ആവശ്യമാണ്. വിശ്വാസ ജീവിതത്തിൽ വളരെ പ്രാധാന്യത അർഹിക്കുന്നു. പാപം ചെയ്യാതെ ജീവിക്കാൻ അറിവ് ആവശ്യമാണ്. എന്താണ് അറിവ്? ഒരു നല്ല ഉദാഹരണം നമ്മൾ കണ്ടു. വാച്ച്മാൻ ഈ പറഞ്ഞത്, ഗവൺമെൻറ് ഒരു അതായത് മദ്യം ഉപയോഗിക്കരുതെന്ന് ലോ കൊണ്ടുവന്നു. അവർ കടയിൽ കയറി കടകളിൽ വിൽക്കാനിരിക്കുന്ന മദ്യക്കുപ്പികൾ എടുത്ത് പൊട്ടിച്ചാൽ വീണ്ടും വീണ്ടും ആ കുപ്പി കടയിൽ വന്നുകൊണ്ടിരിക്കും. കാരണം എന്നാ? ഒരു ഫാക്ടറി പ്രൊഡ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഇത് കള്ളവാറ്റൊക്കെ നടത്തി ഇതിങ്ങനെ എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക. ഗവൺമെൻറ് എന്താ ചെയ്യേണ്ടത്? ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫാക്ടറി അടച്ചു പൂട്ടണം. സോ ഞാൻ പാവം ചെയ്യാതെ ജീവിക്കണമെങ്കിൽ എന്നിലൊരു ഫാക്ടറി ഉണ്ട്. ആ ഫാക്ടറിയാണ് എൻ്റെ പഴയ മനുഷ്യൻ. എൻ്റെ പഴയ മനുഷ്യൻ. ഈ പഴയ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട ശേഷം മുമ്പുണ്ടായിരുന്ന ആ സകല വ്യക്തിത്വത്തിനും പറയുന്ന ഒരു പേരാണ് ഓൾഡ് മാൻ. എൻ്റെ പഴയ മനുഷ്യൻ. ആ പഴയ മനുഷ്യൻ ആ ഫാക്ടറി അങ്ങ് അടച്ചു പൂട്ടിയാൽ മതി. പക്ഷേ ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം, രൂപാന്തരം പ്രാപിക്കുന്നിടത്തോളം കാലം ഈ പഴയ മനുഷ്യൻ എന്നിലുണ്ട്. പിന്നെങ്ങനെ എനിക്ക് പാപം ചെയ്യാതിരിക്കുന്നത്? ഈ ഫാക്ടറി എന്നിലുണ്ട്. ഞാൻ അനുവദിച്ചാൽ അവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഈ ഫാക്ടറി പൂട്ടാനൊരു മാർഗമുണ്ട്. ആ മാർഗമാണ് 6-ാം അധ്യായത്തിൽ നമ്മളെ പഠിപ്പിച്ചത്. അത് നമ്മൾ അറിയണമെന്നുള്ളത് പൗലോസ് പറയുകയാണ്. എന്താ അവിടെ പറഞ്ഞത്? യേശുക്രിസ്തുവിനോട് ചേരുവാൻ, അതിൻ്റെ 3-ാം വാക്യം, ഏറ്റെല്ലാം നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീരുവാൻ സ്നാനമേറ്റു. മരണമാണ് ഇവിടെ കൊണ്ടുവരുന്ന ടീച്ചിങ്, ഡെത്ത്. 7-ാം അധ്യായത്തിലും മരണമാണ് കൊണ്ടുവരുന്നത്. നോക്കുക, എന്നിട്ട് നമ്മൾ വായിക്കുന്നു. എന്താ വായിക്കുന്നത്? ഇത് ഡ്രാമാറ്റൈസ് ചെയ്തു. ഈ സംഭവം, എന്നിൽ സംഭവിച്ച വലിയ രൂപാന്തരം, അത് ഒരു ഡ്രാമ പോലെ, മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഞാനൊരു ശുശ്രൂഷയിലൂടെ പുറത്തു കാണിച്ചു. ആ ശുശ്രൂഷ എന്തുവാ? എൻ്റെ സ്നാനം. എൻ്റെ സ്നാനത്തിൽ ഞാൻ എന്താ പറഞ്ഞത്? ഇവിടെ വായിക്കുന്നത് സത്യം തന്നെ. അതിൻ്റെ 4-ാം വാക്യം നോക്കിയാട്ടെ. അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്തിൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ച പിതാവിൻ്റെ മഹിമയിൽ ജീവിച്ചെഴുന്നേറ്റുള്ള നാം ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടത്. എന്തിനാ ദൈവം ഇതൊക്കെ ചെയ്തത്? 6-ാം വാക്യം നോക്കിയാട്ടെ. അതാണ് കീ വേഴ്സ്. 6-ാം വാക്യം, നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം. 2, പാപ ശരീരത്തിന് നീക്കം വരണം. 3, നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടെന്ന് നാം അറിയുന്നു. നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടെന്ന് നാം അറിയുന്നു. ആ പഴയ മനുഷ്യൻ മാറ്റപ്പെടണം പാപം ചെയ്യാതിരിക്കാൻ. ക്രിസ്തു മരിച്ചപ്പോൾ ശുദ്ധീകരണം, എന്നിൽ ശുദ്ധീകരണം ആരംഭിക്കുന്നത് അവിടെയാണ്. സൗന്മാരെ, ഞാൻ ഓർക്കുകയാണ്, കാലം അതിൻ്റെ അന്ത്യത്തിലെത്തി. തിരുവചനത്തിൽ പൗലോസ് പറയുന്ന പോലെ മനുഷ്യൻ ധാർഷ്ഠികളും, നോക്കുക, സ്വയസ്നേഹികളും, മനുഷ്യന് അഹങ്കാരികളും, വാത്സല്യമില്ലാത്തവനും, ഇണങ്ങാത്തവൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്നാ? ഒരു പ്രശ്നമുണ്ടായാൽ പരിഹരിക്കാൻ ഒക്കത്തില്ല. അതാ ഇണങ്ങാത്തവർ.
ആ ക്യാരക്ടറിലെ നമ്മൾ കാണുന്നത്. ഇണങ്ങാത്തവരും ഇങ്ങനെയുള്ള സ്ഥലത്ത് എങ്ങനെ ജീവിക്കും? എങ്ങനെ ജീവിക്കും? ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുമ്പോഴും പ്രാർത്ഥിക്കുകയായിരുന്നു. കർത്താവേ, പ്രാർത്ഥിച്ച വിഷയം മുഴുവൻ ഇതാണ്. ഇവിടെ ജീവിക്കാൻ എനിക്ക് കൃപ തരണം, പരിജ്ഞാനം തരണം, എന്നെ സഹായിക്കണം. ആ സഹായം ഇതായിരുന്നു: എൻ്റെ പഴയ മനുഷ്യൻ ഒരിക്കലും എന്നിൽ ജീവിക്കരുത്. നിൻ്റെ ആത്മാവിൻ്റെ നിയന്ത്രണം എനിക്ക് തരണം. എൻ്റെ വാക്കിലും പ്രവൃത്തിയിലും ഭാവത്തിലും ചിന്തയിലും അങ്ങയുടെ ആത്മാവിൻ്റെ നിയന്ത്രണം എനിക്ക്. അല്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കും? അങ്ങനെ ഒരു കാലഘട്ടമാണ് ഇത്. നമ്മൾ പ്രായോഗികമാക്കിയെങ്കിലേ ഒക്കത്തുള്ളൂ ഇനിയത്തെ കാലത്ത്. വിശ്വാസ ജീവിതം വളരെ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയ പോലെ ഭയാനകമായ, പ്രശ്നമുഖരിതമായ, കലുഷമായ ഒരു അന്തരീക്ഷത്തിലേക്ക് മാറ്റപ്പെട്ടു. ആഗോളം നോക്കിയാൽ ഇത് കാണാം. ഇനിയും നമ്മളൊന്നും നന്നാക്കാൻ നോക്കിയാലൊന്നും നന്നാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടമാണ്. ഇതിന് മധ്യത്തിൽ തിരുവചനത്തിൽ കർത്താവ് പറഞ്ഞ പോലെ അഴുക്കുള്ളവൻ അഴുക്കാട്ടെ, വിശുദ്ധൻ തന്നെ തന്നെ ശുദ്ധീകരിക്കുക. എൻ്റെ വിശ്വാസ ജീവിതം കാത്തു സൂക്ഷിച്ച് പൗലോസ് തിമോഥെയോസിനോട് നിന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിച്ചുകൊള്ളുവാൻ പറഞ്ഞു. നിന്നെയും നിന്റെ ഉപദേശത്തെ സൂക്ഷിക്കുക, എന്നാൽ നിന്റെ പ്രസംഗം കേൾക്കുന്നവരെ നീ രക്ഷിക്കും. നാം നമ്മെ തന്നെ സൂക്ഷിച്ച് ജീവിക്കേണ്ട ഒരു കാലഘട്ടം. ഇവിടെ നമ്മൾ എണ്ണണം. പ്രശ്നമുഖരത്തിൽ വരുമ്പോൾ എൻ്റെ പഴയ മനുഷ്യൻ മരിച്ചതാണ്. ഇതറിഞ്ഞ ശേഷം ഞാൻ എണ്ണണം. 11-ാം വാക്യത്തിൽ വായിക്കുന്നു, ഔവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്ന് ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്ന നിങ്ങളെ തന്നെ എണ്ണുവേൻ. നിങ്ങളിത് മനസ്സിലാക്കിയ ശേഷം നിങ്ങൾ എണ്ണണം. യു ഷുഡ് റെക്കൺ. യെസ്, റെക്കൺ. എന്നെ തേജോവധം ചെയ്യാൻ ശ്രമിക്കും, എന്നെ വലിച്ചിഴച്ച് എന്നെ ചെറുതാക്കി കാണിക്കാൻ ശ്രമിക്കും, എനിക്ക് തിരസ്കരണം സംഭവിക്കും, ഒക്കെ സംഭവിക്കും. അന്നേരമൊക്കെ ഞാൻ ഇതങ്ങ് ചെയ്താൽ മതി. ഞാൻ എൻ്റെ കർത്താവിനോടുകൂടെ മരിച്ചതാണ്. ഞാനത് എണ്ണണം. ഐ ഹാവ് ടു റെക്കൺ. ഞാനത് റെക്കൺ ചെയ്യണം. അതിൻ്റെ ശേഷം 3-ാമത്തെ വാക്ക് നോക്കുക, ഏതാണ്ട് 5 പ്രാവശ്യം ആവർത്തിച്ചു ബാക്കി ഭാഗത്ത്. 13-ാം വാക്യം, ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത്. അതിൻ്റെ 13-ന്റെ അവസാനം സമർപ്പിച്ചുകൊള്ളുവീൻ. 16-ാം വാക്യം സമർപ്പിക്കുകയും. 19-ൽ 2 പ്രാവശ്യം പറഞ്ഞു സമർപ്പിച്ചതുപോലെ സമർപ്പിപ്പീൻ. സമർപ്പിക്കുക, സമർപ്പിക്കുക. ആദ്യം നാം അറിയുന്നു, നമ്മളെ തന്നെ എണ്ണുന്നു, നമ്മളെ സമർപ്പിക്കുന്നു. ഈ 3 സ്റ്റെപ്പാണ് പാപം ചെയ്യാതെ ജീവിക്കാൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അവിടുത്തെ ടീച്ചിങ്ങും ഞാൻ ക്രിസ്തുവിനോടുകൂടെ മരിക്കുന്നു, അവനോടുകൂടെ ഞാൻ മരിച്ചു. ഞാനത് എണ്ണിക്കൊണ്ട് ജീവിക്കണം, എണ്ണിക്കൊണ്ട് ജീവിക്കണം. നാം ഓർത്തതുപോലെ നാം അത് പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ നമ്മൾ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ട് നമ്മൾ ആവശ്യപ്പെടുമ്പോൾ നമ്മൾ ഓർക്കണം, നമുക്കെന്താ ഫലം? വിശുദ്ധീകരണം. അതിൻ്റെ 22-ാം വാക്യം നോക്കിക്കട്ടെ. നിങ്ങൾക്ക് നേരത്തെ ഒരു ഫലമുണ്ടായിരുന്നു. 21-ാം വാക്യം, നിങ്ങൾക്ക് അന്ന് എന്തൊരു ഫലമുണ്ടായിരുന്നു, ഇപ്പോൾ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നത്. 21-ാം വാക്യത്തെ വായിക്കുന്നു, ഇതിനു മുമ്പ് നിങ്ങൾക്കുള്ളത് എന്തായിരുന്നു? ലജ്ജ തോന്നുന്ന ഫലം. അയ്യോ, ഞാനത് ചെയ്യണ്ടായിരുന്നു, ഞാനത് പറയണ്ടായിരുന്നു, ഞാനത് ചെയ്യണ്ടായിരുന്നു, പറയണ്ടായിരുന്നു. ലജ്ജ തോന്നുന്ന പല കാര്യങ്ങൾ നിങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ എന്തുവാ? 22-ാം വാക്യം, നിങ്ങൾക്ക് വേറൊരു ഫലമുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ പ്രായോഗികമാക്കുമ്പോൾ വേറൊരു ഫലം. എന്താണ് ആ ഫലം? ഇപ്പോൾ പാപത്തിന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണം. വിശുദ്ധീകരണം, സാങ്ക്ടിഫിക്കേഷൻ. നിങ്ങൾ വിശുദ്ധന്മാരായി എങ്ങനെ ജീവിക്കാം പൗലോസോട് പഠിപ്പിക്കുകയാണ്. ഇവിടുത്തെ പഠിപ്പീര് പ്രിയപ്പെട്ടവരോട് വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിക്കുന്നതിൻ്റെ കാരണം ക്രിസ്ത്യൻ ലൈഫിൻ്റെ കാതലായ ടീച്ചിങ് ആണ് ഈ 6ഉം 7ഉം അധ്യായം. 6-ാം അധ്യായം അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ചത്. മനസ്സിലത് പഠിക്കുക എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല മാർഗം എന്നാണെന്നറിയാമോ? റിപ്പീറ്റ്. വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ നാം കൂടുതലായിട്ടത് പഠിക്കും. ഇനി നമുക്ക് 7-ാം അധ്യായത്തിലേക്ക് വരാം. നമ്മൾ ഓർത്തു 6-ാം അധ്യായത്തിൽ എങ്ങനെ പാപം ചെയ്യാതെ ജീവിക്കാം, ഹൗ ടു ലിവ് ഫ്രീ ഫ്രം സിൻ. എന്നാൽ 7-ാം അധ്യായത്തിൽ വരുമ്പോൾ 7-ാം അധ്യായത്തിലെ വിഷയം എന്താ? നമ്മൾ കൃപയാൽ രക്ഷിക്കപ്പെട്ടു. ഇനിയും രക്ഷിക്കപ്പെട്ട 2 എക്സ്ട്രീമാന്ന് ഞാൻ പറഞ്ഞു. ഒന്ന്, എങ്ങനെ വേണേലും ജീവിക്കാമല്ലോ, അത് സാധിക്കുകയില്ലെന്ന് 6-ാം അധ്യായം പഠിപ്പിച്ചു. എന്നാൽ 7-ാം അധ്യായത്തിലെ വേറൊരു ടീച്ചിങ് പൗലോസ് കൊണ്ടിരുന്നത്, രക്ഷിക്കപ്പെട്ട ശേഷം, കൃപയാൽ ഞാൻ രക്ഷിക്കപ്പെട്ടു ശരിയാണ്, എന്നാൽ രക്ഷിക്കപ്പെട്ട ശേഷം ഞാൻ ദൈവത്തിൻ്റെ ന്യായപ്രമാണം അനുസരിക്കണം. ഐ എം അണ്ടർ ലോ.
ഞാൻ ദൈവം തന്ന പ്രമാണങ്ങളൊക്കെ അനുസരിക്കണം. സാധിക്കുമോ? ഇത് പറഞ്ഞാൽ ഓർക്കും ഞാൻ വേദപുസ്തകത്തിന് വിരുദ്ധമായി പറയുന്നത്. സാധിക്കില്ല. ന്യായപ്രമാണം കൃപയാൽ രക്ഷിക്കപ്പെട്ടു. ഇനി രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി ന്യായപ്രമാണം അനുസരിച്ച് ജീവിക്കണം, ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ. അങ്ങനെ ശ്രമിക്കുന്നവൻ്റെ പേരാണ് ലീഗലിസ്റ്റ്. എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നിയമജ്ഞൻ എന്ന് വേണമെങ്കിൽ അതിന് ഭാഷാന്തരം ചെയ്യാം. എന്ന് പറഞ്ഞാൽ പരീക്ഷ മനോഭാവത്തിലേക്ക് പോവുകയാണ്. പരീക്ഷ മനോഭാവം അത് നമ്മളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നില്ല എന്ന് 7-ാം അധ്യായം പഠിപ്പിക്കുന്നു. ന്യായപ്രമാണം എനിക്ക് അനുസരിക്കാൻ ഒക്കില്ലെന്ന് ദൈവം 7-ാം അധ്യായത്തിൽ പഠിപ്പിക്കുന്നു. പിന്നെന്തുവാ, എങ്ങനെയാ ജീവിക്കുന്നത്? അപ്പം എനിക്ക് എങ്ങനെയും ജീവിക്കാമോ? അതിനെ മറുപടിയോട് പറയുന്നുണ്ട്, എങ്ങനെ ജീവിക്കണം എന്നുള്ളത് പറയുന്നു. അപ്പോൾ 6-ാം അധ്യായത്തിൽ പാപം ചെയ്യാതെ ജീവിക്കാനായിട്ട് എന്നെ പഠിപ്പിക്കുമ്പോൾ അത് നോക്കുക, ആളുകൾ പറയുന്നു എനിക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം, ഒക്കില്ല എന്നുള്ളത് 6-ാം അധ്യായം പഠിപ്പിക്കുമ്പോൾ 7-ാം അധ്യായത്തിൽ കൃപയാൽ ഞാൻ രക്ഷിക്കപ്പെട്ടു, ഇനി ദൈവത്തിൻ്റെ ന്യായപ്രമാണം അനുസരിക്കണം എന്ന ഒരു മനോഭാവത്തിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ഞാൻ ശ്രമിക്കുമ്പോൾ പരാജയം സംഭവിക്കുമെന്ന് തന്നെ പഠിപ്പിക്കുന്നു 7-ാം അധ്യായം. അവിടെ എങ്ങനെയാണ് ഞാൻ ജീവിക്കേണ്ടതെന്നുള്ളത് എന്നെ പഠിപ്പിക്കുന്നു 7-ാം അധ്യായം. ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചു, ഇവിടെ 2 മരണമാണ്. നോക്ക്, 6-ാം അധ്യായത്തിൽ പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ ദാസൻ നമ്മളവിടെ വായിച്ചു. അവിടെ ഒരു യജമാനനും ദാസനും എന്ന രീതിയിലാണ് 6-ാം അധ്യായത്തിൽ പാപവും ഞാനുമായിട്ടുള്ള ബന്ധം. നാം ആർക്ക് ദാസനായി ഏൽപ്പിക്കുന്നോ അവൻ നമ്മുടെ യജമാനാണ്. പാപത്തിൻ്റെ ദാസനായിരുന്നു 6-ാം അധ്യായത്തിൽ. അപ്പോൾ യജമാനനും ദാസനും. 7-ാം അധ്യായത്തിൽ ന്യായപ്രമാണവും ഞാനുമായിട്ടുള്ള ബന്ധം ദാസനും യജമാനും എന്നുള്ള ബന്ധമല്ല, ഭാര്യയും ഭർത്താവുമായിട്ടുള്ള ബന്ധമാണ്. ഭാര്യ ഭർത്തൃബന്ധമാണ് 7-ാം അധ്യായത്തിൽ പൗലോസ് കൊണ്ടുവരുന്നത്. അവിടെയും ഈ ന്യായപ്രമാണത്തിൽ നിന്ന് എനിക്ക് മോചനം എങ്ങനെ കിട്ടും? മരിക്കണം. അവിടുത്തെ പഠിപ്പേരും മരിക്കണം, മരണമാണ് അവിടെയും പൗലോസ് കൊണ്ടുവരുന്നത്. നമുക്കതുകൊണ്ട് 7-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. 7-ാം അധ്യായം നിങ്ങളെടുത്ത് വായിച്ചാൽ, ഒരു പെൻസിലെടുത്ത് ന്യായപ്രമാണം അല്ലെങ്കിൽ ലോ എന്നുള്ള വാക്ക് അണ്ടർലൈൻ ചെയ്യുകയാണെങ്കിൽ ഈ അധ്യായത്തിൽ മാത്രം അത് 23 പ്രാവശ്യമാണ്. ആ 7-ാം അധ്യായത്തിൻ്റെ വിഷയം എന്താണെന്നുള്ളതൊന്ന് ചിന്തിച്ചു നോക്കിയേ. അതാണ് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നു, യു കനോട്ട് ബി സാങ്ക്ടിഫൈഡ് ബൈ കീപ്പിംഗ് ദ ലോ. ന്യായപ്രമാണം അനുസരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ശുദ്ധീകരണം സാധിക്കുകയില്ല പഠിപ്പിക്കുകയാണ്. നോക്കുക, നമ്മൾ രക്ഷിക്കപ്പെട്ട ശേഷം ഒരു ഉന്നത സ്റ്റാൻഡേർഡ് എല്ലാത്തിനെക്കുറിച്ചും എനിക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കണം, ദൈവത്തെ അനുസരിക്കണം. ഞാനങ്ങനെ ന്യായപ്രമാണം അനുസരിക്കാൻ എൻ്റെ സകല ശക്തിയും ഞാൻ ഉപയോഗിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് ഞാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് സംഭവിക്കുന്നത് എന്നാണെന്നറിയാമോ? കുറേയൊക്കെ ഞാൻ പിടിച്ചു നിൽക്കും, കുറച്ച് കഴിയുമ്പോൾ ഞാനങ്ങ് വീഴും. എന്നെക്കൊണ്ട് സാധിക്കില്ലെന്നുള്ളത് പഠിപ്പിക്കും. അവിടെയാണ് പൗലോസ് പറഞ്ഞാൽ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഐ ആം എ റെച്ചഡ് മാൻ. പൗലോസ് ആ റെച്ചഡ് എന്നുള്ള വേർക്ക് ഉപയോഗിക്കുന്നത് ഈ 7-ാം അധ്യായത്തിൽ ഗ്രീക്കിൽ യുദ്ധം ചെയ്ത് തളർന്നൊരു മനുഷ്യൻ്റെ വാക്കാണ്. അതാണ് ആ വാക്കിൻ്റെ അർത്ഥം. അവന് തളർന്നുപോയി, യുദ്ധം ചെയ്ത് തളർന്നു. ആ തളർച്ച അവന് സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ എന്ന് പൗലോസ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ ന്യായപ്രമാണം അനുസരിച്ച് ദൈവത്തെ പ്രീതിപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ ചെയ്യരുത്, ചെയ്യണം, ഡൂസ് ആൻഡ് ഡസൻ എന്നുള്ള വാക്കിനെ അനുസരിച്ച് അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അത് തുടരുത്, ഇത് തുടരുത്, അങ്ങോട്ട് നോക്കരുത്, ഇങ്ങോട്ട് നോക്കരുത്, അവിടെ പോകരുത്, ഇങ്ങോട്ട് പോകരുത്, ഇത് വെച്ച് ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ കുറേയൊക്കെ പിടിച്ചു നിൽക്കും, കുറേ കഴിയുമ്പം തകർന്നു പോകും. അപ്പോൾ സാധിക്കുകയില്ല എന്ന് പൗലോസ് ഇവിടെ പഠിപ്പിക്കുന്നു. അങ്ങനെ ശ്രമിക്കുന്ന മനുഷ്യൻ്റെ പേരാണ് ലീഗലിസ്റ്റ്. ആ ലീഗലിസ്റ്റ് എന്ന് പറയുന്ന മനുഷ്യനോട് ഞാൻ പറയട്ടെ, എന്താ സംഭവിക്കുന്നറിയാമോ? സഭയിൽ വലിയ വഴക്കമുണ്ടാക്കും. സഭയെ വഴക്കുണ്ടാക്കാതിരിക്കണമെങ്കിൽ 7-ാം അധ്യായം പ്രായോഗികമാക്കണം. എന്താ അങ്ങനെ ബ്രദർ പറയുന്നേ? ഗലാത്യലേഖനം നിങ്ങൾ കണ്ടോ? ഗലാത്യലേഖനത്തിൻ്റെ പ്രശ്നം എന്നായിരുന്നു? രക്ഷിക്കപ്പെട്ട ശേഷം ന്യായപ്രമാണം കൂടെ അനുസരിക്കണം. അവസാനം എന്തോ പറ്റി അവിടെ? 5-ാം അധ്യായം നോക്കി ഗലാത്യലേഖനം, ഒരു വാക്യം വായിക്കാം. ഗലാത്യലേഖനത്തിൽ എന്താ പ്രശ്നം? ഇന്നെന്തുവാ സഭയിലെ പ്രശ്നം? ഇത് തന്നെയാണ്. ചില പ്രമാണങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അത് തുടരുത്, ഇത് തുടരുത്. ഈ പറഞ്ഞ ലീഗലിസ്റ്റുകളാണ് ഗലാത്യലേഖനത്തിൻ്റെ പ്രശ്നം. പൗലോസ് എന്തിനാ അവിടെ കിടന്ന് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിയത്?
രക്ഷിക്കപ്പെട്ട ശേഷം ന്യായപ്രമാണം അനുസരിക്കണമെന്ന് ഈ ഗലാത്യർ പഠിപ്പിച്ചുകൊണ്ട് പൗലോസ് പ്രശ്നം ഉണ്ടാക്കിയത്. ഗലാത്യ ലേഖനം 5:15 വായിച്ചു നോക്കി. 5:15 അവസാനം വന്ന് എന്തുവായി? നിങ്ങൾ അന്യോന്യം കടിക്കുകയും കാട്ടുമൃഗമോ കാട്ടുമൃഗമോ നിങ്ങൾ അന്യോന്യം കടിക്കുകയും തിന്നുകയും ചെയ്യുന്നു. സഭയിലോ കടിക്കുകയും തിന്നുകയും ചെയ്യുക. യെസ്, എന്താ സംഭവിച്ചത്? ഇതാ പ്രശ്നം. അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അത് തുടരുത്, ഇത് തുടരുത്. ഈ ചില പ്രമാണങ്ങളെ ആസ്പദമാക്കി ക്രിസ്ത്യൻ ലൈഫ് നയിക്കാൻ ശ്രമിച്ചപ്പോൾ കാട്ടുമൃഗങ്ങളുടെ സ്വഭാവമായി ഗലാത്യർക്ക്. അങ്ങനെയല്ല ക്രിസ്ത്യ ജീവിതം നയിക്കേണ്ടതെന്നാണ് പൗലോസോട് പഠിപ്പിക്കുന്നത്. 7-ാം അധ്യായത്തിലെ പഠിപ്പീരത. ഇനിയും ആ പഠിപ്പിലേക്ക് നമുക്കിത് വരാം. എൻ്റെ സഹോദരന്മാരെ, നമ്മളങ്ങ് പരീശന്മാരായി മാറും. ഈ പരീശന്മാരാകുമ്പോൾ നമ്മുടെ സഹോദരന്മാരെയൊക്കെ നമ്മൾ വിധിക്കാനും അവർ പാപികളാണെന്ന് പറയാനും അവരെ അങ്ങ് തരം താഴ്ത്താനും നമ്മൾ ശ്രമിക്കും. അതിൻ്റെ കാരണം എന്നാണെന്നറിയാമോ? പക്ക പരീശനാകുന്ന. പരീശൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്നാ? വേർപാടുകാരൻ. പരീശൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം വേർപാടുകാരൻ. വേർപാടുകാരുടെ സ്വഭാവമായി ഇപ്പം ഗലാത്യ ലേഖനത്തിൽ തിന്നുകയും കടിക്കുകയും ചെയ്യുക. വിശ്വാസികളെ തിന്നുകയും കടിക്കുകയും ചെയ്യുക. അയ്യോ, ദൈവജനത്തിലെ വാക്കുകളൊന്നും നോക്കാട്ടെ എൻ്റെ സഹോദരന്മാരെ. ഇത് ക്രിസ്ത്യൻ ലൈഫിൽ ദൈവം പഠിപ്പിച്ചിരിക്കുന്ന ഉപദേശത്തിൻ്റെ ഒക്കെ വിരുദ്ധമാണ്. ആരോട് പറയാൻ, ആര് കേൾക്കാനാ? ദൈവജനത്തിൽ പറഞ്ഞ പോലെ ചെവിയുള്ളവൻ കേൾക്കട്ടെ, ചെവിയുള്ളവൻ കേൾക്കട്ടെ. ദൈവത്തെ അനുസരിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. ഈ 7-ാം അധ്യായത്തിൽ അതുകൊണ്ട് പൗലോസ് ഇത് 3ആയിട്ട് തിരിച്ചാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ആദ്യത്തെ ഭാഗം നമുക്കെടുക്കാം. ആദ്യത്തെ 6 വാക്യത്തിൽ ന്യായപ്രമാണത്തിൻ്റെ അധികാരം, അതോറിറ്റി ഓഫ് ദ ലോ. ന്യായപ്രമാണത്തിൻ്റെ അധികാരമാണ് ആദ്യത്തെ 6 വാക്യത്തിൽ, ദ അതോറിറ്റി ഓഫ് ദ ലോ. പിന്നെ 7 തൊട്ട് 13 വരെ ന്യായപ്രമാണം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ശുശ്രൂഷ എന്താണ്? വാട്ട് ഈസ് ദ മിനിസ്ട്രി ഓഫ് ദ ലോ. 14 തൊട്ട് 25 വരെ ന്യായപ്രമാണത്തിൻ്റെ ഇനബിലിറ്റി, ദ ഇനബിലിറ്റി ഓഫ് ദ ലോ, കഴിവില്ലായ്മ. അങ്ങനെ വന്നിട്ടാണ് പൗലോസ് കരയുന്നത്, എന്നെ ആര് വിടുവിക്കും? യേശു ക്രിസ്തു വിടുവിക്കും. അതുകൊണ്ട് നമുക്ക് ഈ ഭാഗത്തിലേക്ക് വരാം. ആദ്യം ദ അതോറിറ്റി ഓഫ് ദ ലോ, ന്യായപ്രമാണത്തിൻ്റെ അതോറിറ്റി. ആദ്യത്തെ 6 വാക്യങ്ങൾ നമ്മൾ ഓർക്കണം. ഇതൊരു ചോദ്യത്തിൻ്റെ മറുപടി ആയിട്ടാണ് ആ ഭാഗം വരുന്നത്. 6-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം നോക്കിയാട്ടെ. 6-ാം അധ്യായത്തിൻ്റെ 15. എന്നാൽ എന്ത്? ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്ര അനിഹിതനാകിയാൽ നാം പാപം ചെയ്യുകയെന്നോ? നേരത്തെ ചോദിച്ചു, കൃപ ഇറുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ? 5-ാം അധ്യായത്തിൻ്റെ 20-ൽ വാക്യം വന്നല്ലേ, പാപം പെരുകിയെടുത്ത് കൃപയും അത്യന്തം വർദ്ധിച്ചു. ഉടനെ ചോദിക്കുകയാണ്, ആകയാൽ നാം കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ? ഒരു നാൾ വരുത്. എന്നിട്ടാണ് ടീച്ചിങ് 6-ാം അധ്യായത്തിൽ പോയത്. അതേ ചോദ്യം ന്യായപ്രമാണത്തോട് ബന്ധത്തിൽ ചോദിക്കുകയാണ് 15-ാം വാക്യത്തിൽ. അവിടെ എന്താ? ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്ര അധീനരാകിയാൽ നാം പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ? ഒരു നാളും അരുത്. നമ്മൾ ഓർക്കണം, അധ്യായങ്ങളൊക്കെ തിരിച്ചത് നമ്മുടെ പിതാക്കന്മാരാണ് ഈ അധ്യായം തിരിച്ചത്. നമുക്ക് റോമലേഖനം ആദ്യം എഴുതി ദൈവാത്മാവ് തന്നപ്പോൾ അധ്യായം തിരിച്ചിട്ടില്ല. അധ്യായവും വാക്യമൊന്നുമില്ല, ഒരൊറ്റ ലേഖനമായിരുന്നു, ഒരു ലേഖനമായിരുന്നു. ആ ലേഖനം തിരിച്ച് ഇതിൻ്റെ 6-15 ഒരു ആൻസർ കൂടിയാണ് 7-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നതെന്നുള്ളത് ഓർക്കുക. ഞാൻ ഓർപ്പിച്ച പോലെ 6-ൽ എ മാസ്റ്റർ ആൻഡ് സെർവൻറ്റ്, ഒരു യജമാനനും ദാസനുമായി ആ സത്യം പഠിപ്പിക്കുന്നു. 7-ാം അധ്യായത്തിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ, ഒരു പുതിയ ഒരു ഭർത്താവിനെ നിനക്ക് കിട്ടി. ആ ഭർത്താവിൻ്റെ പേരെന്നാ? യേശു ക്രിസ്തു. പഴയ ഭർത്താവിൻ്റെ പേരെന്നാ? ന്യായപ്രമാണം. പൗലോസ് ഇവിടെ കൊണ്ടുവരിക. നമുക്ക് ആദ്യത്തെ 6 വാക്യം ഒന്ന് വായിക്കാം. സഹോദരന്മാരെ, ന്യായപ്രമാണം അറിയുന്നവരോടല്ലോ ഞാൻ സംസാരിക്കുന്നത്. മനുഷ്യൻ ജീവനോടിരിക്കുന്ന കാലത്തൊക്കെയും ന്യായപ്രമാണത്തിന് അവൻ്റെ മേൽ അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഭർത്താവുള്ള സ്ത്രീ ജീവിച്ചിരിക്കുന്ന ഭർത്താവിനോട് ന്യായപ്രമാണത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഭർത്താവ് മരിച്ചാൽ അവൾ ഭർത്തൃ ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവളായി. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അവൾ വേറെ പുരുഷനായാൽ വ്യഭിചാരിണി എന്ന് പേർ വരും. ഭർത്താവ് മരിച്ചുവെങ്കിലോ അവൾ വേറെ പുരുഷനായാൽ വ്യഭിചാരിണി എന്ന് വരാതെ വണ്ണം ന്യായപ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രയാകുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ് മരിച്ചിട്ട് ഉയർത്തുന്നേറ്റവനായ വേറൊരുവനാകേണ്ടതിന് നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു.
നാം ജഡത്തിലായിരുന്നപ്പോൾ ന്യായപ്രമാണത്താൽ ഉളവായ പാപരാഗങ്ങൾ മരണത്തിന് ഫലം കായ്ക്കത്തക്കവണ്ണം നമ്മുടെ അവയവങ്ങളിൽ വ്യാപരിച്ചു പോകുന്നു. ഇപ്പോഴോ നമ്മെ പിടിച്ചടക്കിയിരിക്കുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കൊണ്ട് അക്ഷരത്തിൻ്റെ പഴക്കത്തിലല്ല, ആത്മാവിൻ്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിന് നാം ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കുന്നു. ആ വാക്യം നോക്കിയേ, നമുക്കതൊന്നുകൂടെ നോക്കിയിട്ട് വിഷയത്തിലേക്ക് വരാം. എന്താണ്? നാം ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കുന്നു. നമുക്കിവിടേക്ക് വരാം. ഇവിടെ പൗലോസ് ഭാര്യ-ഭർതൃ ബന്ധമാണ് കൊണ്ടുവരുന്നത്. നമുക്കറിയാം ഭാര്യ-ഭർതൃ ബന്ധം. അനേക വിവാഹങ്ങൾ ഞാൻ നടത്തിയിട്ടുണ്ട്, നടത്തുന്നുമുണ്ട്. ഈ വിവാഹം നടത്തുമ്പോഴൊക്കെ ഓർപ്പിക്കുന്ന ഒരു വാക്യമാണ്, നിങ്ങൾ മേലാൽ രണ്ടല്ല ഒരു ദേഹമാണ്. മേലാൽ രണ്ടല്ല ഒരു ദേഹമാണ്. ഞാൻ അത് വചനത്തിൽ ശ്രദ്ധിച്ചപ്പോൾ 4 പ്രാവശ്യം ആവർത്തിക്കപ്പെട്ട വാക്യമാണ്. മനുഷ്യൻ അപ്പനെ അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരി ഇരുവരും ഒരു ദേഹമായി തീരും. ആകയാൽ അവർ മേലാൽ രണ്ടല്ല ഒരു ദേഹമാണ്. 4 പ്രാവശ്യം വചനത്തിൽ ആ വാക്യം ആവർത്തിക്കണമെങ്കിൽ അതിനകത്ത് വളരെ പ്രാധാന്യതയുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ചെറുക്കനും പെണ്ണും തമ്മിൽ ഒരു ബന്ധവുമില്ല, അവർ തമ്മിൽ കണ്ടിട്ടില്ല, പരിചയമില്ല. ആ ആണും പെണ്ണും കൂടെ വന്ന് നിന്ന് ദൈവസന്നിധിയിൽ ഉഭയസമ്മതം ചെയ്ത് ഭാര്യ ഭർത്താക്കന്മാരായി ചേരുമ്പോൾ ഈ വാക്യം എത്ര സത്യമാണ്. അവർ മേലാൽ രണ്ടല്ല ഒരു ദേഹമാണ്. പിന്നെ നോക്കിയേ ഇവരുടെ ജീവിതം എങ്ങനെയാണെന്ന്. ഒരേ കാര്യത്തിന് വേണ്ടി ജീവിക്കുന്നു, ഒന്നായി ചിന്തിക്കുന്നു. ദൈവം പറഞ്ഞ പോലെ ഇവർ ഒന്നാ, 2 വ്യക്തിത്വമാണ്, പക്ഷെ ഒന്നാ. സാരാംശത്തിൽ അവർ ഒന്നായി മാറുകയാണ്. അവരുടെ എല്ലാ പ്രവർത്തന മണ്ഡലങ്ങളിലും അവർ ഒന്നായി മാറുകയാണ്. അതുപോലെ ഇവിടെ ഒരു പ്രമാണം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇവിടെ പഠിപ്പിക്കുന്ന പ്രമാണം എന്താണെന്ന് നോക്കിയാട്ടെ, നമുക്ക് അതിവിടെ പൗലോസ് അപ്ലൈ ചെയ്യുകയാണ്. 7-ാം അധ്യായത്തിൻ്റെ 4 തൊട്ടുള്ള വാക്യം. അതുകൊണ്ട് സഹോദരന്മാരെ, നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ് മരിച്ചിട്ടു എഴുന്നേറ്റ വേറെ ഒരുവനാകണം. നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു. നേരത്തെ ഒരു ഭർത്താവ് ഉണ്ടായിരുന്നു. ഭർത്താവിനോട് സ്ത്രീ ബന്ധപ്പെട്ടിരിക്കുക. ഇയാൾ ഭയങ്കര സ്ട്രിക്റ്റാണ്. ഭയങ്കര സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ പറയുന്നതൊക്കെ ശരിയാ. എനിക്ക് കൃത്യം 4 മണിക്ക് ബെഡ് കോഫി വേണം. അത് കുടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ചൂടുവെള്ളം കുടിക്കാൻ അനത്തെ കൊണ്ട് വെച്ചേക്കണം. എനിക്ക് ഇത്ര മണിക്ക് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തരണം. എൻ്റെ ഡ്രസ്സെല്ലാം തേച്ച് അവിടെ വെച്ചേക്കണം. എൻ്റെ ഷൂസുമൊക്കെ പോളിഷ് ചെയ്ത് അവിടെ വെച്ചേക്കണം. ചുരുക്കി പറഞ്ഞാൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഭാര്യയ്ക്ക് ഇത് ചെയ്യാനേ നേരമുള്ളൂ. ഭയങ്കര സ്ട്രിക്റ്റാണ്. ഇദ്ദേഹം പറയുന്ന വല്ലതും തെറ്റുണ്ടോ ഒരു ഭർത്താവെന്ന നിലയിൽ? ഒരു തെറ്റുമില്ല. ഭർത്താവിന് ചോദിക്കാം. സ്ത്രീ പുരുഷനായിട്ട് സൃഷ്ടിക്കപ്പെട്ടു, പുരുഷൻ സ്ത്രീക്കായിട്ടല്ല. അവൻ മുഖാന്തരം അവനായി സൃഷ്ടിക്കപ്പെട്ടു. ദൈവം ഭാര്യയെ ഭർത്താവിന് വേണ്ടി കൊടുത്തിരിക്കുക. ഇവൻ ഈ ചോദിക്കുന്നതല്ല ശരിയാ, പക്ഷേ ഇത് ബുദ്ധിമുട്ടാണ്. 1 വർഷം കഴിഞ്ഞു, 2 വർഷം കഴിഞ്ഞു, വർഷങ്ങൾ കഴിയുന്നു, ഇവളങ്ങ് ബുദ്ധിമുട്ടുക. എന്താ ഒരു വിടുതൽ. ഇവൻ എങ്ങനെയും ഒന്ന് ചത്ത് കിട്ടിയാൽ മതിയായിരുന്നു. പറയത്തില്ലെങ്കിലും മനസ്സിൻ്റെ അകത്ത് ഒന്ന് ചത്ത് കിട്ടിയിരുന്ന എനിക്ക് ഒരു വിടുതൽ കിട്ടിയാലേ. പക്ഷേ ചാകത്തുമില്ല. പുള്ളി നല്ല ആരോഗ്യമുള്ളവനാ. എന്തോ ചെയ്യും? ഇയാൾ ചാകത്തില്ല, ഭയങ്കര ആരോഗ്യമാണ്. ഈ ന്യായപ്രമാണം എന്ന് പറയുന്ന ഭർത്താവിന് ഭയങ്കര ആരോഗ്യമാണ്, മരിക്കത്തുമില്ല. പിന്നെ ആകപ്പാടെ ഒരു മാർഗ്ഗമേ ഉള്ളൂ, ഞാൻ അങ്ങ് ചാകണം. ഞാൻ ചത്താ പിന്നെ എങ്ങനെയാണ് ജീവിക്കുന്നത്? അവിടെ ഒരു ഭർത്താവിനെ ഞാൻ കണ്ടു. അദ്ദേഹം വളരെ സ്നേഹമുള്ളവനാണ്. അദ്ദേഹത്തെ എൻ്റെ ഭർത്താവായി കിട്ടിയിരുന്നെങ്കിൽ എന്തായിരുന്നു എൻ്റെ ജീവിതം. അദ്ദേഹത്തോട് എനിക്കൊന്ന് ബന്ധപ്പെടണമെങ്കിൽ ഇയാളോട് ജീവിച്ചിരിക്കുമ്പം ഞാൻ അയാളുടെ അടുക്ക പോയാൽ എൻ്റെ പേര് പിന്നെന്തുവാ? വ്യഭിചാരിണി. ന്യായപ്രമാണത്തോട് ഞാൻ ബന്ധപ്പെട്ടിരിക്കുമ്പോൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ അടുക്കൽ പോകാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് ന്യായപ്രമാണം നിയമപരമായി ഞാൻ ബന്ധപ്പെട്ടിരിക്കുക. ഇയാൾ മരിക്കത്തില്ല. ഏതായാലും ഇനിയും ഒരു മാർഗമേ ഉള്ളൂ, ഞാൻ അങ്ങ് മരിക്കണം. പക്ഷെ ഞാൻ മരിച്ചു നീ എങ്ങനെയാണ് ജീവിക്കുന്നത്? മരിച്ചിട്ട് ഞാൻ ഉയർക്കുന്നു. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ന്യായപ്രമാണത്തിൽ നിന്ന്, ഈ ഭർത്തൃബന്ധത്തിൽ നിന്ന് മോചനം പ്രാപിക്കും. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ബന്ധമാണ് ഭാര്യ-ഭർത്തൃബന്ധം. പക്ഷേ അന്ന് ഓത്തെടുത്തപ്പോൾ എത്ര നാളാണെന്നാ പറഞ്ഞേ? മരണം നിങ്ങളെ വേർപിരിക്കും വരെ, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് നിൽക്കും നമ്മുടെ സ്നേഹമൊക്കെ. കേട്ടോ, സഹോദര സ്നേഹം അത് കഴിഞ്ഞ് നിൽക്കും. ഭാര്യ-ഭർത്തൃബന്ധത്തെക്കാട്ടി വലിയ ബന്ധമൊന്നും ഈ ലോകത്തിലില്ല. അത്ര അഭേദ്യമായ ഇൻറ്റിമേറ്റ് ലവ് ആണ്. പക്ഷെങ്കിൽ ദാറ്റ് ഈസ് ഓൾസോ ഓൺലി ടിൽ ഡെത്ത്. മരിക്കുന്നത് വരെയുള്ളൂ. മരണം നിങ്ങളെ വേർപിരിക്കും വരെ. എന്നാൽ ദൈവമക്കൾ തമ്മിലുള്ള സ്നേഹം നിത്യതയിലും നിലനിൽക്കുന്ന ആ ബന്ധത്തിന് വിച്ഛേദനമില്ല. അത് പോട്ടെ. പക്ഷെ ഇവിടുത്തെ നമ്മുടെ വിഷയത്തിൽ ഒതുങ്ങി നിൽക്കട്ടെ. ഈ ഭാര്യ-ഭർത്തൃബന്ധം ന്യായപ്രമാണം സംബന്ധിച്ച് ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ വേറെ ഒരു ആൾക്കായാൽ ഞാൻ വ്യഭിചാരിണി എന്ന പേര് വരും. അതുകൊണ്ട് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഭർത്തൃ ന്യായപ്രമാണത്തിൽ നിന്ന് മോചിതയായി.
ഞാൻ വിവാഹം നടന്നപ്പോൾ ഞാൻ ദൈവസന്നിധിയിൽ എടുത്ത ഉഭയസമ്മതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവരെ, അല്ലെങ്കിൽ മരണം നമ്മെ വേർപിരിക്കും വരെ. അത്രയേ ഉള്ളൂ. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല, എനിക്ക് മോചനമായി. അങ്ങനെ മരിച്ചിട്ട് ഞാൻ ഉയർത്ത ശേഷം വേറെ ഒരുത്തിന് ഞാൻ ഭാര്യയായി. അദ്ദേഹത്തിൻ്റെ പേരാണ് കർത്താവായ യേശുക്രിസ്തു. അദ്ദേഹവും സ്ട്രിക്റ്റാ, പക്ഷേ അദ്ദേഹത്തിനൊരു ഗുണമുണ്ട്. രാവിലെ 4 മണിക്ക് അല്ലെ 5 മണിക്ക് കാപ്പി വേണമെന്ന് പറയുമ്പോൾ അദ്ദേഹവും രാവിലെ എഴുന്നേക്കും. എൻ്റെ കൂടെ എഴുന്നേറ്റ് ആ അടുക്കളയിൽ വന്ന് എന്നെ അതിനകത്ത് സഹായിക്കും. അദ്ദേഹത്തിൻ്റെ ഡ്രസ്സ് വേണമെങ്കിൽ അദ്ദേഹം തേക്കും. എന്നോട് കൂടെ ഇരുന്ന് എന്നെ സഹായിക്കും, എന്നെ പ്രോത്സാഹിപ്പിക്കും. അതാണ് ക്രിസ്തു മൂലം ലഭിക്കുന്ന കൃപ. ഇവിടെ പൗലോസ് പഠിപ്പിക്കുന്നതാണ്, നിങ്ങൾ ന്യായപ്രമാണത്തിൽ നിന്ന് മോചനം പ്രാപിക്കണം. നിങ്ങൾ ഈ തുടരുത്, എടുക്കരുത് എന്ന് പറഞ്ഞ ലീഗലിസ്റ്റ് മെൻറ്റാലിറ്റിയിൽ നിന്ന് നിങ്ങൾ മോചിക്കുന്നവരാണ്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ ഓർപ്പിച്ച പോലെ ഈ ക്രിസ്തു ജീവിതത്തിൽ ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിപ്പാൻ കഴിയുള്ളൂ. അതാണ് ഇവിടെ നമ്മൾ പഠിക്കുന്ന വിഷയം. എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? 4-ാം വാക്യം നോക്കിയാട്ടെ. അതൊന്ന് നിങ്ങൾ അണ്ടർലൈൻ ചെയ്താലും വേണ്ടില്ല. ഇങ്ങനെ എന്തിനാണ് ഈ മരിച്ച് വേറെ ഒരാൾക്ക് ഭർത്താവായി മാറുന്നത്? 4-ാം വാക്യം, അതുകൊണ്ട് സഹോദരന്മാരെ, ദൈവത്തിന് ഫലം കായ്ക്കുമാർ. ദൈവത്തിന് ഫലം കായ്ക്കണം. ആ ദൈവഫലം എന്ന് പറയുന്നത് 5-ാം വാക്യം കൂടെ വായിച്ചിട്ട്, 5-ാം വാക്യം, നാം ജഡത്തിലായിരുന്നപ്പോൾ ന്യായപ്രമാണത്തിൽ ഉളവായ പാപരാഗങ്ങൾ മരണത്തിന് ഫലം കായ്ക്കുന്നതായിരുന്നു. ജഡത്തിലായിരുന്നപ്പോൾ മരണത്തിന് ഫലം കായ്ക്കുന്നതായിരുന്നു ന്യായപ്രമാണത്തിൽ നിന്ന് ലഭിക്കുന്നത്. അതെന്താണെന്നുള്ളത് നമുക്ക് പുറകെ നോക്കാം. എന്നാൽ ഇപ്പോൾ ദൈവത്തിന് ഫലം കായ്ക്കാൻ തുടങ്ങിയാണ്. ദൈവത്തിന് ഫലം കായ്ക്കുക മാത്രമല്ല, അതിൻ്റെ 6-ാം വാക്യം നോക്കിയാട്ടെ. 6-ാം വാക്യം നമ്മളവിടെ വായിക്കുന്നു, ഇപ്പോഴോ നമ്മെ പിടിച്ചടയ്ക്കുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കൊണ്ട് അക്ഷരത്തിൻ്റെ പഴക്കത്തിലല്ല, ആത്മാവിൻ്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിന് നോക്കുക. എ ന്യൂനെസ് ഓഫ് ദ സ്പിരിറ്റ്. ആ സ്പിരിറ്റ് എന്നുള്ളത് ക്യാപിറ്റൽ എസ് ആണ്, ബിഗ് എസ് ആണ്. പരിശുദ്ധാത്മാവിൻ്റെ സഹായം 8-ാം അധ്യായം മുഴുവൻ അതാ പഠിപ്പിക്കുന്നത്. 8-ാം അധ്യായം മുഴുവൻ അതാ പഠിപ്പിക്കുന്നത്. ഈ പരിശുദ്ധാത്മാവ് നമ്മളെ എങ്ങനെ സഹായിക്കുന്നു? ന്യായപ്രമാണത്തിൻ്റെ നീതി, എത്തിക്സ് ഓഫ് ദ ലോ നമ്മളിൽ നിവർത്തിക്കാൻ. കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, ന്യായപ്രമാണം പഠിപ്പിച്ചെങ്കിൽ ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്ന് സ്ത്രീയെ മോഹിക്കാതിരിക്കാനും സഹോദരനെ വെറുക്കാതിരിക്കാനും എന്നിൽ വേറെയൊരു ആ ന്യായപ്രമാണത്തിൻ്റെ എത്തിക്സ്, ന്യായപ്രമാണത്തിൻ്റെ നീതി എന്നിൽ നിവർത്തിച്ചെടുക്കുകയാണ്. അതാണോ ഇതാണോ നല്ലത്? നമ്മൾ എത്ര ഉന്നതമായൊരു നിലവാരത്തിലേക്ക് മാറും വാസ്തവത്തിൽ അതിൻ്റെ ഉപദേശത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ. അതാണ് നമ്മളിവിടെ വായിക്കുന്നത്. നമ്മൾ ഓർക്കണം, ഈ ന്യായപ്രമാണത്തിന് മരിച്ചു എന്ന് പറഞ്ഞാൽ കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, ഇങ്ങനെ കൽപ്പനകളൊക്കെ ഉണ്ട്. ഇനി അതൊന്നും എനിക്ക് ബാധകമല്ല, എങ്ങനെ വേണമെങ്കിലും എനിക്ക് ജീവിക്കാം എന്നുള്ളതല്ല അവിടുത്തെ വിഷയം. അതല്ല വിഷയം. അവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തം കഴിവ് കൊണ്ട് ഞാൻ ന്യായപ്രമാണത്തെ അനുസരിക്കുകയല്ല, എൻ്റെ സ്വന്തം കഴിവ് കൊണ്ടും എന്നെ മോട്ടീവ് ചെയ്യുന്ന ആ ഡൈനാമിക് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ദ ലോ. അത് ലോ അല്ല, ഗ്രേസ് ആണ്, ദൈവകൃപയാണ്. അത് ക്രിസ്തുവിനോടുള്ള എൻ്റെ അഭേദ്യ ബന്ധം മൂലം എന്നെ സാധിപ്പിച്ചെടുക്കുകയാണ്. ഞാനത് ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ ഓർത്തു, എന്തൊരു പഠിപ്പീരാണ്, എന്താണ് ദൈവവചനം, അതിൻ്റെ മഹത്വമൊക്കെ എത്ര വലുതാണ്. നമ്മൾ ധ്യാനിക്കും തോറും ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ വലുപ്പം, ദൈവത്തിൻ്റെ ആശയങ്ങളുടെ വലുപ്പം, നമ്മളെക്കുറിച്ചുള്ള ഉദ്ദേശത്തിൻ്റെ വലുപ്പമൊക്കെ നമ്മൾ കണ്ട് സന്തോഷിക്കുകയുള്ളൂ. നമ്മുടെ ഹൃദയം ആനന്ദിക്കും. നമുക്ക് 6-ാം വാക്യത്തിലേക്ക് ഒന്ന് വന്നാട്ടെ. 6-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഇപ്പോഴോ നമ്മെ പിടിച്ചടക്കിയിരിക്കുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കൊണ്ട് അക്ഷരത്തിൻ്റെ പഴക്കത്തിൽ ആത്മാവിൻ്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിന്. പൗലോസിന്റെ ലോജിക്കൽ കൺക്ലൂഷനോടെ കൊണ്ടിരിക്കുകയാണ്. ഡെത്ത് 6-ാം അധ്യായത്തിൽ 9-10 വാക്യം, അവിടെയും 6-ാം അധ്യായത്തിൽ പാപത്തോടുള്ള ബന്ധത്തിൽ മരണമാണ് നമ്മളെ ആ പാപത്തിൽ നിന്ന് മോചനം പ്രാപിപ്പിക്കുന്നത് പോലെ തന്നെ ന്യായപ്രമാണത്തോടുള്ള ബന്ധത്തിലും we are delivered from the law in order to serve the Lord. കർത്താവിനെ സേവിക്കുവാൻ നമ്മളെ ഈ ന്യായപ്രമാണത്തിൽ നിന്ന് മോചിപ്പിച്ചിരിക്കുന്നു. ന്യായപ്രമാണത്തിൽ നിന്ന് എങ്ങനെ മോചിപ്പിച്ചു?
ഞാൻ അതോടുള്ള ബന്ധത്തിൽ മരിച്ച് ഞാൻ ഐ എം മാരിഡ് ടു ക്രൈസ്റ്റ്. ക്രിസ്തുവിനോട് ഞാൻ ബന്ധപ്പെട്ട് കഴിഞ്ഞു, വിവാഹബന്ധത്തിലായി. വി ആർ ഡെലിവേർഡ് ഫ്രം ദ ലോ ദാറ്റ് വി മൈറ്റ് സെർവ് ക്രൈസ്റ്റ്. ഞാൻ ന്യായപ്രമാണത്തിന് മരിച്ചത് ക്രിസ്തുവിനെ സേവിക്കാൻ വേണ്ടി, എൻ്റെ ഭർത്താവിനെ, പുതിയ ഭർത്താവിനെ സേവിക്കാൻ, അദ്ദേഹത്തിൻ്റെ ഇഷ്ടങ്ങൾ ചെയ്യുവാൻ, അദ്ദേഹത്തോട്. അത് എനിക്ക് ഒരു എനർജി തരുന്നത്, എന്നെ പ്രേരിപ്പിക്കുന്നത് ആത്മാവിൻ്റെ പുതുക്കം. ആത്മാവിൻ്റെ പുതുക്കം. ആത്മാവിൻ്റെ പുതുക്കം എന്നുള്ളത് ഇംഗ്ലീഷ് ബൈബിളിൽ നോക്കിക്കാട്ടെ, ന്യൂനെസ് ഓഫ് ദ സ്പിരിറ്റ്. ആ എസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ ആകിയാൽ പരിശുദ്ധാത്മാവിൻ്റെ ന്യൂനെസ് ഓഫ് ദ സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ എനേബിൾമെൻറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. ഒരു വാക്യം നമുക്ക് നോക്കാം. 2 കൊരിന്ത്യർ 3-ാം അധ്യായം എന്നെടുക്കാം. 2 Corinthians chapter 3. 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൻ്റെ ഇവിടേക്ക് വരുമ്പോൾ നമ്മൾ വായിക്കുന്നത്, ഒരിക്കൽ കല്ലിലെഴുതി ന്യായപ്രമാണം തന്നു. സീനായി പർവ്വതത്തിൽ കല്ലിലെഴുതി തന്നു. കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, വ്യഭിചാരം ചെയ്യരുത്, മറ്റേ ചെയ്യരുത്, ഇങ്ങനെ 10 കൽപ്പന എഴുതി കല്ലിൽ കൊടുത്തു. പക്ഷേ ഇപ്പോഴോ കല്ലിലല്ല, ഹൃദയത്തിൽ എഴുതി തന്നു. നോക്കിയാൽ അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 3 വാക്യം, ഞങ്ങൾ പിന്നെയും ഞങ്ങളെ തന്നെ ശ്ലാഘിപ്പാൻ തുടങ്ങുന്നുവോ? അല്ല, ചിലർ ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് ശ്ലാഘ്യപത്രം കാണിപ്പാനാകട്ടെ, നിങ്ങളോട് വാങ്ങുവാനാകട്ടെ, ഞങ്ങൾക്ക് ആവശ്യമോ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതിയതായി സകല മനുഷ്യരും അറിയുന്ന വായിക്കുന്നതുമായി ഞങ്ങളുടെ പത്രം നിങ്ങൾ തന്നെ, ഞങ്ങളുടെ ശുശ്രൂഷയാൽ ഉണ്ടായ ക്രിസ്തുവിൻ പത്രമായി നിങ്ങൾ വെളിപ്പെട്ടു വന്നുവല്ലോ. അത് മഷി കൊണ്ടല്ല, ജീവനുള്ള ദൈവത്തിൻ്റെ ആത്മാവിനാൽ അത്രേ, കൽപ്പലകളല്ല, ഹൃദയം എന്ന മാംസപ്പലകയിൽ തന്നെ എഴുതിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് എഴുതിയത്? 3-ാം വാക്യത്തിൻ്റെ അവസാനം നോക്കിയേ, ജീവനുള്ള ദൈവത്തിൻ്റെ ആത്മാവിനാൽ. മഷി കൊണ്ടല്ല, കല്ലിൽ കൊത്തിയതല്ല, ജീവനുള്ള ദൈവത്തിൻ്റെ ആത്മാവിനാൽ. ആ മഷി എന്ന് പറയുന്നത് എഴുതാൻ ഉപയോഗിച്ചത് പരിശുദ്ധാത്മാവിനെയാണ്. ഇവിടെ നമ്മൾ വായിക്കുന്നു, ദൈവത്തിൻ്റെ ആത്മാവിനാൽ നമ്മുടെ ഹൃദയത്തിൻ്റെ കൽപ്പനകളിൽ എഴുതി. ആ കൽപ്പന എഴുതി, കല്ലിൽ എഴുതുകയല്ല. അതാണ് ഇവിടെ പൗലോസ് പറഞ്ഞത്, ആത്മാവിൻ്റെ പുതുക്കം, ന്യൂനെസ് ഓഫ് ദ സ്പിരിറ്റ്. ഒരു രക്ഷിക്കപ്പെട്ട ദൈവ പൈതൽ ക്രിസ്തുവിനോട് ബന്ധപ്പെട്ട് കഴിയുമ്പോൾ നോക്കുക, രണ്ട് കാര്യം. അത് രണ്ടും കൂടെ ഒന്ന് ചേർത്ത് നോക്കിയേ. 6-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യവും 7-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യവും. 6-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം, 6-ന്റെ 4 എന്താ? അതിൻ്റെ അവസാന ഭാഗം, മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റ പോലെ നാം ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന്, ഇൻ ന്യൂനെസ് ഓഫ് ലൈഫ്, ജീവന്റെ പുതുക്കം. 7-ന്റെ 6-ലോ ആത്മാവിൻ്റെ പുതുക്കം. We should serve in the newness of the spirit. Newness of life and newness of the spirit. കഴിഞ്ഞ ദിവസം ഒരു ഹൗസ് വാമിങ്ങിന് ഞാൻ പോയി. അവിടെ ദൈവത്തിനെ ശുശ്രൂഷിക്കാൻ എന്നോടാ പറഞ്ഞേ. അപ്പം എനിക്ക് ശുശ്രൂഷിക്കാൻ തുടങ്ങിയത് ഇത് തന്നെയാണ്. ന്യൂ എന്നുള്ള വാക്ക് 2 ഗ്രീക്ക് വാക്കുണ്ട് പുതിയ നിയമത്തിൽ, നിയോസ് എന്നും കെയ്നോസ് എന്നും. അതാണ് ഞാൻ പ്രസംഗിച്ചത്. നിയോസ് എന്നും കെയ്നോസ് എന്നും. നിയോസ് എന്ന് പറഞ്ഞാൽ പുതുത്, പുതിയ വീഞ്ഞ്, പുതുതായി ഉണ്ടായ സാധനങ്ങൾ. എന്നാൽ കെയ്നോസ് എന്നുള്ള വാക്ക് ഉണ്ടായിരുന്നു, പക്ഷേ ദ ക്വാളിറ്റി ഈസ് ചേഞ്ച്ഡ്. കെയ്നോസ്, ഓ നിങ്ങൾ പുതുതായി ജനിച്ചില്ലെങ്കിൽ സ്വർഗരാജ്യം കാണത്തില്ല. കെയ്നോസ്, കണ്ടാൽ ഞാൻ സകലവും പുതുതാക്കുന്നു. കെയ്നോസ്, പുതിയ ആകാശം കെയ്നോസ്, പുതിയ ഭൂമി കെയ്നോസ്, പുതിയ യെരൂശലേം എല്ലാം പുതുതാക്കി തീർക്കുന്നു കർത്താവ്. അവിടെ കയറണമെങ്കിലും എന്നോ വേണം? പുതുതായി തീരണം. ദൈവം കൊണ്ടുവരുന്ന രാജ്യം സ്വർഗത്തിൽ പോകണമെങ്കിൽ ഇതെല്ലാം പുതുതായി മാറണം. നീയും പുതുതായി ജനിക്കണം. ഇവിടെ നമ്മൾ വായിക്കുന്നു, നിന്റെ ക്രിസ്ത്യ ജീവിതമുണ്ടല്ലോ, ആ പഴയ പ്രമാണങ്ങളെ ആസ്പദമാക്കിയാണ് ഇന്നും നീ ജീവിക്കുന്നെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഒക്കത്തില്ല. 2 കാര്യങ്ങൾ 6-ാം അധ്യായത്തിൻ്റെ 4-ഉം 7-ാം അധ്യായത്തിൻ്റെ 6-ഉം. ഒന്ന് ജീവന്റെ പുതുക്കം, മറ്റേത് ആത്മാവിൻ്റെ പുതുക്കം. എ ന്യൂനെസ് ഓഫ് സ്പിരിറ്റ് ആൻഡ് ന്യൂനെസ് ഓഫ് ലൈഫ്. എന്തൊരാശയമാണ്! വിശ്വാസികളെ, ദൈവമക്കളെ പുതുമയുള്ളവരാക്കി. പരീശന്മാർ ജീവിക്കുന്ന പോലെ ജീവിക്കാനല്ല. പഴയ നിയമത്തിൽ
പരീശന്മാർ ജീവിച്ച പോലെ ജീവിക്കാനല്ല. പൗലോസ് അതാണ് പറയുന്നത്. അടുത്തതായിട്ട് പൗലോസ് തെളിയിച്ചു തരുന്നത് 7-ാം അധ്യായത്തിൻ്റെ 7 തൊട്ട് 13 വരെയുള്ള വാക്യം അടുത്ത സെക്ഷനാണ്. അതായത് ന്യായപ്രമാണത്തിൻ്റെ മിനിസ്ട്രി ഇങ്ങനെയൊക്കെയാണെങ്കിൽ പിന്നെ എന്തിനായി ന്യായപ്രമാണം തന്നത്? അതിൻ്റെ ശുശ്രൂഷയുടെ എന്താണ് ഉദ്ദേശം? 7 തൊട്ട് 13 വരെയുള്ള വാക്യം, ന്യായപ്രമാണം ഇങ്ങനെയൊക്കെയാണെങ്കിൽ അനുസരിക്കേണ്ട എങ്കിൽ ഇത് എന്തിനാ തന്നത് എന്ന് പൗലോസ് ഇവിടെ പറയുകയാണ്. ആ മിനിസ്ട്രി എന്താണെന്ന് നമുക്ക് നോക്കാം. 7-ാം വാക്യം നോക്കി. ആകയാൽ നാം എന്ത് പറയണ്ടു? ന്യായപ്രമാണം പാപമെന്നോ? ഒരു നാളും അരുത്. എങ്കിൽ ന്യായപ്രമാണത്താൽ അല്ലാതെ ഞാൻ പാപത്തെ അറിയില്ല. മോഹിക്കരുതെന്ന് ന്യായപ്രമാണം പറയാതിരുന്നെങ്കിൽ ഞാൻ മോഹത്തെ അറിയില്ലായിരുന്നു. ഒന്നെടുക്കുക. ലോ റിവീൽസ് സിൻ. മോഹം പാപമാണെന്നും ഞാൻ പാപത്തിൻ്റെ ഒരു ദാസനാണെന്നും പൗലോസിനെ മനസ്സിലാക്കി കൊടുത്തു ന്യായപ്രമാണം. പൗലോസ് പറഞ്ഞു, നമുക്കറിയാം ഞാൻ പരീശനിലെ പരീശനാണ്. ഈ പരീശന്മാരെ കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ അവർ സമൂഹം അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണെങ്കിൽ അവരാ നല്ല മനുഷ്യരെന്ന് പറയും. കർത്താവെ അവരുടെ ഹൃദയം കണ്ടുള്ളൂ. എന്നാൽ സമൂഹം ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണെങ്കിൽ ദേ ആർ ദ ബെസ്റ്റ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ അവർ വളരെയധികം ന്യായപ്രമാണത്തെ അനുസരിക്കാൻ ജീവിതം ഒഴിഞ്ഞു വെച്ചവനാ പരീശൻ. യേശുക്രിസ്തുവിൻ്റെ കാലത്ത് ഒരു 5000 പരീശന്മാരിൽ കൂടുതലില്ലെന്നൊക്കെയാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടുള്ളൊരു പണിയാണ്. പരീശന്മാർ, ഒന്ന് നിക്കോദിമോസ് പരീശന്മാരുടെ പ്രമാണിയായിരുന്നു. ഈ വാസ് എ ടീച്ചർ ഓഫ് ഫാരിസീസ്. അപ്പോൾ അയാൾ എന്തുമാത്രം ഉന്നത നിലവാരമുള്ളവനാണ്. അയാളോടും കർത്താവ് പറഞ്ഞു, എന്താ നീ വീണ്ടും ജനിച്ചില്ലേ, സ്വർഗത്തിൽ പോവുകയില്ല, സ്വർഗരാജ്യം കാണത്തില്ല. പൗലോസ് പറയുന്നു ന്യായപ്രമാണം സംബന്ധിച്ച് ഞാൻ അനന്യൻ എന്ന് പറഞ്ഞാൽ ലോസ് എന്നെ വെച്ച് പരിശോധിച്ച് നോക്കിയാൽ ഞാൻ കുറ്റമില്ലാത്തവനാണ്. അപ്പോൾ പൗലോസ് ന്യായപ്രമാണമൊക്കെ അനുസരിക്കുകയാണ്. നമ്മൾ വേറൊരു മനുഷ്യനെ കാണുന്നുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ ഒരു ചെറുപ്പക്കാരനെ, ഒരു റിച്ച് റൂളർ, ഒരു ധനികനായ ഒരു മനുഷ്യനെ കാണുന്നുണ്ട്. അദ്ദേഹം കർത്താവിൻ്റെ അടുക്ക വന്ന് ചോദിച്ച ചോദ്യം നോക്കിക്കാട്ടെ, ഇതോട് ചേർത്ത് നമുക്ക് നോക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം, മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 17 തൊട്ടുള്ള വാക്യമാണ്. അവൻ പുറപ്പെട്ട് യാത്ര ചെയ്യുമ്പോൾ ഒരുവൻ ഓടി വന്നവൻ്റെ മുമ്പ് മുട്ടുകുത്തി, ഗുരു, നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? അവൻ്റെയും പ്രശ്നം നിത്യജീവൻ അവകാശം എന്ത് ചെയ്യണം എന്നാണ് ചോദിക്കട്ടെ. അതിന് യേശു, എന്നെ നല്ലവനെന്ന് പറയുന്നത് എന്ത്? ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല. കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസത്യം ചെയ്യരുത്, ചതിക്കരുത്, നിൻ്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നീ കൽപ്പന, അതാ 10 കൽപ്പന എന്ന് പറഞ്ഞു. അവനോട്, ഗുരു, ഇതൊക്കെ ഞാൻ ചെറുപ്പം മുതലേ പ്രമാണിച്ചു പോരുന്നു. അപ്പോൾ ഈ കൽപ്പനയെല്ലാം ചെറുപ്പം തൊട്ടനുസരിക്കുക ഇദ്ദേഹം. ഈ കൽപ്പനയെല്ലാം ചെറുപ്പം തൊട്ട് അനുസരിക്കുകയാണ് ഈ റിച്ച് റൂളർ. പക്ഷേ അവിടെ കർത്താവ് അവനെ ഒരു കാര്യം മനസ്സിലാക്കാനായിട്ടൊരു കാര്യം പറഞ്ഞു. എന്താ എന്ന് പറഞ്ഞു? യേശുവിനെ നോക്കി അവനെ സ്നേഹിച്ചു. ഒരു കുറവ് നിനക്കുണ്ട്, നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകും, പിന്നെ വന്ന് എന്നെ അനുഗമിക്കാമെന്ന് പറഞ്ഞു. അവൻ വളരെ സമ്പത്തുള്ളവനാകൊണ്ട് ആ വചനത്തിൽ വിഷാദിച്ച് ദുഃഖിച്ച് പോയി കളഞ്ഞു. കർത്താവ് പറഞ്ഞത്, ഇവൻ വിറ്റ് കൊടുക്കാൻ പറഞ്ഞത് എന്തിനാണെന്നറിയാമോ? ഇവൻ്റെ മനസ്സ് ഇവനൊന്നും മനസ്സിലാക്കാനാണ്. ന്യായപ്രമാണത്തിൽ പ്രമാണമുണ്ട്, നിന്നെ പോലെ തന്നെ നിൻ്റെ സഹോദരനെയും സ്നേഹിക്കുക. ഫസ്റ്റ് സെഞ്ച്വറി ബിലീവേഴ്സിനെ കണ്ടോ? അവരാ സ്നേഹത്തിലങ്ങോട്ട്, അവിടെ പ്രമാണമൊന്നുമില്ലായിരുന്നു വിറ്റ് കൊടുക്കണമെന്നൊന്നും. പക്ഷെ ആ സ്നേഹത്തിൽ അവരങ്ങോട്ട് ആത്മസ്നാനമേറ്റങ്ങോട്ട് മുങ്ങിത്താന്ന് കഴിഞ്ഞപ്പോൾ ഉള്ളതൊക്കെ വിറ്റം കൊണ്ട് കൊടുക്കുക. എന്തിനാ? സഹോദരന്മാരൊക്കെ പങ്കുവെച്ച് കഴിയുകയാണ്. അത് വിൽക്കാനൊരു പ്രമാണമൊന്നും ഉണ്ടായിട്ടില്ല. ആ സ്നേഹം ന്യായപ്രമാണം നിർവഹിക്കുകയാണ്. അങ്ങോട്ട് എൻ്റെ സഹോദരനെ എന്നെ പോലെ തന്നെ സ്നേഹിക്കുന്ന ഒരു ജനറേഷനായി മാറി ഫസ്റ്റ് സെഞ്ച്വറി ബിലീവേഴ്സ്. ഇവനോട് കർത്താവ് എന്തിനായത് പറഞ്ഞത്? അവൻ അന്നേരമാണ് അവന് മനസ്സിലാകുന്നത്, ഈ പൗലോസ് പറഞ്ഞ പോലെ പൗലോസ് ന്യായപ്രമാണമൊക്കെ നോക്കി പൗലോസിനൊരു കുറ്റവുമില്ല. പക്ഷെ പൗലോസ് പറയുന്നു, 10ാമതൊരു കൽപ്പനയുണ്ട്. ഈ 10 കൽപ്പനയിൽ കർത്താവ് 10ാമതൊരെണ്ണം കൊണ്ടുവച്ചിട്ടുണ്ട്. 9 അനുസരിച്ച് 10ാമത്തേത് അനുസരിച്ച ഒരു മനുഷ്യനെങ്കിലും ഭൂമിയിലുണ്ടോ? ഒരു മനുഷ്യനെങ്കിലും ഭൂമിയിലുണ്ടോ? മോഹിക്കരുത്, കവച്ചസ്നെസ് നടക്കില്ല. അത് നടക്കില്ല. മോഹം പലതിലുണ്ട്. സ്ത്രീയെ മോഹിക്കുന്നു, ധനം മോഹിക്കുന്നു, കൂട്ടുകാരനെ മോഹിക്കുന്നു, അവൻ്റെ ഭവനം മോഹിക്കുന്നു, എന്തെല്ലാം മോഹിക്കുന്നു? കവച്ചസ്നെസ്. 10ാമത് കൊണ്ടുവച്ചിരിക്കുന്ന 9 അനുസരിച്ചാലും 10ാമത്തെ വരുമ്പോൾ മുട്ടുകുത്തും.
അപ്പം മനസ്സിലാകും എന്നിലെന്തോ കുഴപ്പമുണ്ട്. ഈ ന്യായപ്രമാണം പറയുന്നത് അനുസരിക്കാൻ കഴിയാതെ എന്നിലെന്തോ ഒരു കുഴപ്പമുണ്ട്. അത് മനസ്സിലാക്കി കൊടുത്തത് എന്താണ്? നോക്കുക, 4-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം നോക്കി. ഈ റോമാലേഖനം 4:15 നമ്മൾ പഠിച്ചതാണ്. 4:15 ന്യായപ്രമാണമോ കോപത്തിന് ഹേതുവാകുന്നു. ന്യായപ്രമാണമില്ലാടത്ത് ലംഘനവുമില്ല. ന്യായപ്രമാണമില്ലാത്തടത്ത് ലംഘനമില്ല. നിയമം കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ലംഘിക്കേണ്ടതായിട്ടുണ്ടോ? ഇല്ലല്ലോ, ഇല്ല. GST വരുന്നതിന് മുമ്പ് ഒരു പ്രശ്നവുമില്ലായിരുന്നു. ഇപ്പം തന്നെ ഓടി നടക്കുക, എല്ലാവരും കൂടെ ഓട്ടമാ, 4 വഴിക്ക് ഓട്ടമാ. GST വരുന്നതിന് മുമ്പ് ഒരു പ്രശ്നവുമില്ലായിരുന്നു. ഒരു സഹോദരൻ തന്നെ എന്നോട് പറഞ്ഞു, ബ്രദറെ, എല്ലാം നേരത്തെയൊക്കെ വേറെയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം ഇതെല്ലാം പോയി, ഇതെല്ലാം ഇതിനകത്തായി പോയി. ഇപ്പം ഏതാണ്ട് 1 ലക്ഷത്തിൽ ചെല്ലുവാണെങ്കിൽ രൂപ ടാക്സ് കൊടുക്കേണ്ടി വരിക. എല്ലാം പ്രശ്നമാണ്. കൊടുത്താലേ ഒക്കത്തുള്ളൂ. അങ്ങോട്ട് ചെയ്ത ആ GST, ഇങ്ങോട്ട് നോക്കി ആ GST, എല്ലാം GST. ഇപ്പം മേടിച്ച കട അല്ലെങ്കിൽ അവന് പ്രശ്നമാകും. അതുകൊണ്ട് ഇത് വരുന്നത് വരെ ഒരു പ്രശ്നമില്ല. ഇത് വന്നു കഴിഞ്ഞപ്പം പ്രശ്നമായി. ന്യായപ്രമാണം വന്നു കഴിഞ്ഞപ്പോൾ പ്രശ്നമായി. ന്യായപ്രമാണം ഇല്ലെങ്കിൽ എങ്ങനെയില്ല. 10ാമത്തെ കൽപ്പന വന്നപ്പോൾ പൗലോസിന് മനസ്സിലായി. 7-ാം വാക്യത്തിൽ 7:7 വായിച്ച പോലെ ന്യായപ്രമാണത്താൽ അല്ലാതെ ഞാൻ പാപത്തെ അറിയുന്നില്ല. മോഹിക്കരുതെന്ന് ന്യായപ്രമാണം പറയാതിരുന്നെങ്കിൽ ഞാൻ മോഹത്തെ അറിയില്ല. പൗലോസിന് ആ കൽപ്പന 10ാം കൽപ്പനയായിട്ട് അതില്ലായിരുന്നെങ്കിൽ പൗലോസ് പറഞ്ഞാൽ ഞാൻ എല്ലാം അനുസരിച്ചെന്നു. പൗലോസിൻ്റെ ജീവിതത്തിലും പൗലോസിനെ പോലുള്ളൊരു മനുഷ്യൻ പാപം എന്തെന്ന് അറിഞ്ഞത് നമ്മൾ ഓർത്തതുപോലെ ഈ ന്യായപ്രമാണം കൊണ്ടാണ് പൗലോസ് അറിയുന്നത്. ഇനിയും വേറൊരു കാര്യം, ന്യായപ്രമാണത്തിൻ്റെ വേറൊരു ജോലി. 8-9 വാക്യം നോക്കിയാട്ടെ. പാപമോ അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നിൽ സകലവിധ മോഹത്തെയും ജനിപ്പിച്ച് ന്യായപ്രമാണം കൂടാതെ പാപം നിർജ്ജീവമാകുന്നു. ഞാനൊരു കാലത്ത് ന്യായപ്രമാണം കൂടാതെ ജീവിച്ചത്, എന്നാൽ കൽപ്പന വന്നപ്പോൾ പാപം വീണ്ടും ജീവിക്കുകയും ഞാൻ മരിക്കുകയും ചെയ്തു. പ്രശ്നം എന്നാണെന്നറിയാമോ? പ്രശ്നം പറയാം. ഈ പാപത്തിനൊരു ശക്തിയുണ്ട്. പാപത്തിൻ്റെ ശക്തി എന്തുവാണെന്നറിയാമോ? പാപം ചെയ്യാനൊരു ശക്തിയുണ്ട്. ആ ശക്തി കാണിക്കാം. ഇവിടുത്തെ 1 കൊരിന്ത്യർ 15:56, 1 കൊരിന്ത്യർ 15:56 പാപം ചെയ്യാനുള്ള ശക്തി എന്താണെന്ന് നോക്കിയാട്ടെ. 1 കൊരിന്ത്യർ 15:56 വാക്യം. മരണത്തിൻ്റെ വിഷമുള്ള പാപം, പാപത്തിൻ്റെ ശക്തിയോ ന്യായപ്രമാണം. പാപത്തിൻ്റെ ശക്തി എന്തുവാ? ന്യായപ്രമാണം. കൊച്ചിനോട് നല്ല തെളിവാണ്. നമ്മുടെ വീട്ടിലെ കൊച്ച്, എനിക്ക് ഒരു കൊച്ചുമോനുണ്ട്. ഞാൻ പഠിക്കുന്ന മുറിയിൽ അവൻ കയറി വരും. എൻ്റെ ബുക്ക്, അവിടെ എല്ലാം എൻ്റെ ബുക്കും. ഞാനന്ന് ചെറുപ്പത്തിലെ 4-ാം ക്ലാസ്സിൽ കൊണ്ടുവന്ന് ബോർഡിങ്ങിൽ കൊണ്ട് എന്നെ വിട്ട് ഒരു ഡിസിപ്ലിൻ ലൈഫാണ് എൻ്റേത്. നേരം വെളുത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം. അങ്ങനെ അങ്ങ് പഠിച്ചുപോയി. ബോർഡിങ്ങിലും ഹോസ്റ്റലിലും പഠിച്ച് അങ്ങനെ അങ്ങ് ജീവിച്ചു. എൻ്റെ കൊച്ചുമോനൊക്കെ ഇങ്ങനെ കറങ്ങി നിന്നേച്ച് അവനകത്ത് കയറി വരും. വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്കറിയാം ഇവൻ എന്തേലും അത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ അവൻ ചെയ്തേച്ചേ പോകത്തുള്ളൂ. ചെയ്യരുതെന്ന് പറഞ്ഞാൽ അവനെ ചെയ്തേച്ചേ പോകത്തു. അതുകൊണ്ട് എടുത്തോണ്ട് ഓടും, അല്ലെങ്കിൽ അവനെ അതെടുത്തോണ്ട് പോകും, അല്ലെങ്കിൽ അത് ചെയ്യും. പിള്ളേരോട് ചെയ്യരുതെന്ന് പറഞ്ഞാൽ ചെയ്യും. പോലീസ് ബാരിക്കേഡ് കൊണ്ട് വെക്കുന്നുണ്ട്. ഇത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കാണാൻ നമ്മൾ TV-യിലൊക്കെ ഇതെല്ലാം കൂടെ തെള്ള. എന്തിനാ പോലീസ് ഇത് കൊണ്ടുവച്ചത്? അപ്പുറത്ത് കടക്കരുതെന്ന് പറഞ്ഞാൽ കടന്നേ ഒക്കത്തുള്ളൂ. അതാ ഇവിടെ പൗലോസ് 8-9 വാക്യത്തിൽ പറഞ്ഞേക്കുന്നത്. 8-9 വാക്യത്തിൽ അതാ പറഞ്ഞത്. 9-ാം വാക്യം, പാപത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് ന്യായപ്രമാണമാണ്. ഇത് ചെയ്യാനൊരു ശക്തി എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ വായിച്ചത് ഗലാത്യ ലേഖനത്തിലും. ഗലാത്യർ 5:15 വായിച്ചതാ. ലീഗൽ സിസ്റ്റത്തിലേക്ക് പോകുമ്പോൾ ഈ ന്യായപ്രമാണം അനുസരിക്കാനുള്ള മനോഭാവത്തിലേക്ക് നമ്മളങ്ങോട്ട് തിരിയുമ്പോൾ അത് ചെയ്യുന്നത് തെറ്റ്, ഇത് ചെയ്യുന്നത് തെറ്റ്, മറ്റുള്ളവരെ കുറ്റം പറയുക, മറ്റുള്ളവർ ചെയ്യുന്നതൊക്കെ തെറ്റാണ്, ഞാൻ മാത്രം ശരി, ഞാനൊരു പരീക്ഷ മനോഭാവത്തിലേക്ക് അങ്ങ് മാറുകയാണ്. പരീക്ഷ മനോഭാവത്തിൽ അതിൻ്റെ ശക്തി തരുന്നത് ഈ ന്യായപ്രമാണം. ഇതനുസരിക്കുക. അന്യോന്യം അങ്ങനെ അവസാനം ഗലാത്യർ 5:15 പറയുന്ന പോലെ എനിക്ക് വലിയ രസമായിട്ട് തോന്നി. അതിരുന്ന് കുറച്ച് ഡെവലപ്പ് ചെയ്യാനെന്ന് വിചാരിച്ചിരിക്കുക. അന്യോന്യം കടിക്കുകയും തിന്നുകയും ചെയ്യുക. ഞാനടുത്ത് കാട്ടുമൃഗം, മനുഷ്യൻ വിശ്വാസികൾ, ഗലാത്യ സഭക്കാർ കാട്ടുമൃഗമായി മാറുന്നു. കടിക്കുകയും തിന്നുകയും ചെയ്യുക. അത് ഈ പറഞ്ഞ പോലെ ഇത് ചെയ്യരുതെന്നുള്ള പ്രമാണം വന്നപ്പോൾ, ഈ കൽപ്പനയോട് കൊടുത്തപ്പോൾ അത് ശക്തി കൊടുത്തു.
പൗലോസ് പറയുന്നു ഇത് എന്നെ കൊല്ലുന്നു. 19 വാക്യം നോക്കിയാട്ടെ, 19 വാക്യം. ഇങ്ങനെ ജീവനായി ലഭിച്ചിരുന്ന കൽപ്പന എനിക്ക് മരണഹേതുവായി തീർന്നു എന്ന് ഞാൻ കണ്ടു. പാപം അവസരം ലഭിച്ചിട്ട് കൽപ്പന എന്നെ ചതിക്കുകയും കൊല്ലുകയും ചെയ്തു. The law kills. ഗലാത്യർ 3:21 നോക്കിയേ. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം. Galatians chapter 3 verses 21. 21-ാമത്തെ വാക്യം അവിടെ വായിക്കുന്നുണ്ട്, എന്നാൽ ജീവിപ്പാൻ കഴിയുന്ന ഒരു ന്യായപ്രമാണം നൽകിയിരുന്നുവെങ്കിൽ ന്യായപ്രണവാസമായി നീതിക്ക് ആധാരമായിരുന്നു. ജീവിപ്പാൻ കഴിയുന്ന ഒരു ന്യായപ്രമാണം ഉണ്ടായിരുന്നെങ്കിൽ അത് ജീവനാധാരമായനെ. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന പോലെ ന്യായപ്രമാണം അനുസരിച്ചാൽ ഉടൻ അനുസരിക്കാനൊക്കത്തില്ല. ന്യായപ്രമാണം നമ്മളിൽ ഈ പാപം ചെയ്യാനുള്ള പ്രേരണ ഉണ്ടാക്കുകയാണ്. ചെയ്യരുതെന്ന് പറയുമ്പോൾ നമ്മുടെ പഴയ മനുഷ്യൻ ഉണരുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ വായിക്കുന്നത്, ജീവിപ്പിക്കുന്ന ഒരു ന്യായപ്രമാണമായിരുന്നെങ്കിൽ ജീവനത് ആധാരമായനെ. പൗലോസ് ഇവിടെ എന്താ പറഞ്ഞത്? 7 എന്നെ കൊല്ലുകയാണ്. ന്യായപ്രമാണം കൊല്ലുകയാണ്. കൊല്ലുന്ന പാപം അവസരം ലഭിച്ചിട്ട് കൽപ്പന എന്നെ ചതിക്കുകയും കൊല്ലുകയും ചെയ്യുന്നു. എന്നെ ചതിക്കുകയും കൊല്ലുകയും ചെയ്യുന്നു. ആ ന്യായപ്രമാണം നമ്മൾ ഓർക്കണം, നമ്മുടെ സ്വന്തം എനർജിയിൽ നമ്മൾ ജീവിപ്പാൻ ശ്രമിക്കുമ്പോൾ ഒരു ഹൈ സ്റ്റാൻഡേർഡാണ്. ദൈവം ന്യായപ്രമാണം വെച്ചപ്പോൾ ഭയങ്കര ഒരു സ്റ്റാൻഡേർഡാണ് ദൈവം കൊണ്ടുവച്ചേ. ദൈവം എന്തിനാ ചെയ്തത്? യു കനോട്ട് അറ്റൈൻ. നിനക്കത് കടന്നിയെന്ന് പിടിപ്പാനായിട്ട് സാധ്യമല്ല. എൻ്റെ പ്രമാണം ഇതാണ്, നിനക്ക് ആ പ്രമാണത്തിലേക്ക് ഉയരുവാൻ നിവൃത്തിയില്ല. എന്നെ പാപത്തെക്കുറിച്ച് ബോധമുണ്ടാക്കി തരികയാണ്. ബോധമുണ്ടാക്കിയിട്ട് അവസാനം കരഞ്ഞ് അടിയറ വെച്ച് ക്രിസ്തു ദാനമായി തരുന്ന രക്ഷയിലേക്ക് കടന്നു വരുവാൻ ഈ ന്യായപ്രമാണം ഇടയാക്കി മാറ്റുകയാണ്. ന്യായപ്രമാണം ജീവിപ്പിക്കുന്നതല്ല, അത് ജീവനാധാരമായി തന്നതല്ല. അങ്ങനെ തന്നിരുന്നെങ്കിൽ ഈ വീണ്ടും ക്രിസ്തു വരേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. ഒരാൾ പോലും ജീവിപ്പിക്കപ്പെടാൻ കഴിയുന്നില്ല ന്യായപ്രമാണം സംബന്ധിച്ച്. 12-13 വാക്യം നോക്കിയാട്ടെ. ദ ലോ ഷോസ് ദ സിൻഫുൾനെസ് ഓഫ് സിൻ. പാപത്തിൻ്റെ പാപം എന്താണെന്ന് കാണിക്കുകയാണ് 12-13 വാക്യം. ആകയാൽ ന്യായപ്രമാണം വിശുദ്ധം, കൽപ്പന വിശുദ്ധവും, എന്നാൽ നന്മയായുള്ളത് എനിക്ക് മരണകരമായി തീർന്നുവെന്നോ. ഒരു നാൾ വരുന്നത് പാപം അത്രേ മരണമായി തീർന്നത്, അത് നന്മയായുള്ളതിനെ കൊണ്ട് എനിക്ക് മരണം ഉളവാകുന്നതിനാൽ പാപമെന്ന് തെളിയിക്കേണ്ടതിന് കൽപ്പനയാൽ അത്യന്തം പാപമായി തീരേണ്ടതിന് തന്നെ. പാപമെന്ന് തെളിയിക്കുവാൻ എന്നിൽ ഇത് പാപമാണ്. നോക്കി, ഈ ന്യായപ്രമാണത്തെക്കുറിച്ച് ഞാൻ കാണി. ന്യായപ്രമാണത്തിനല്ല പ്രശ്നം. നിങ്ങൾ നോക്കിയ 14-ാം വാക്യം നമുക്കൊന്നുകൂടെ വായിക്കാം. ന്യായപ്രമാണം ആത്മീകം. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ നോക്കി, ഈ ന്യായപ്രമാണത്തെക്കുറിച്ച് പറഞ്ഞ വാക്കുകളൊക്കെ നോക്കി. വേണേ ഒന്ന് നോട്ട് ചെയ്തു. 12-ാം വാക്യം നോക്കിയാട്ടെ. ന്യായപ്രമാണം വിശുദ്ധം. 1 ന്യായപ്രമാണം വിശുദ്ധം. 2 കൽപ്പന വിശുദ്ധവും ന്യായവും നല്ലതും. എഴുതിയിരിക്കുന്ന നോക്കിയേ. ന്യായപ്രമാണം വിശുദ്ധം, ന്യായപ്രമാണം ന്യായം, ന്യായപ്രമാണം നല്ലത്, ന്യായപ്രമാണം നന്മയായുള്ളത്. 14-ാം വാക്യത്തിൽ വന്നപ്പോൾ ന്യായപ്രമാണം ആത്മീകം. അപ്പം ന്യായപ്രമാണത്തിനല്ല പ്രശ്നം. ന്യായപ്രമാണം നല്ലതും വിശുദ്ധവുമാണ്. ഇറ്റ് ഈസ് ഗുഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കാരണം എന്നാ? ഇത് തന്നത് ദൈവമാണ്. സ്വർഗത്തിലെ ദൈവമാണ് ഇത് തന്നത്. അത് വിശുദ്ധമാണ്, അത് ന്യായമായിട്ടുള്ളതാണ്. പക്ഷെ പ്രശ്നം എവിടെ കിടക്കുന്നു? എനിക്ക് പാപമാണെന്ന് എന്നെ ബോധമാക്കി തരുന്നു. എനിക്കാണ് പ്രശ്നമെന്ന് ബോധമാക്കി തരുന്നു. അതിൻ്റെ 13-ാം വാക്യം, എന്നാൽ നന്മയായുള്ളത് എനിക്ക് മരണകരമായി തീർന്നുവെന്നോ. ഒരു പാപം അത്രയും മരണകരമായി തീർന്നത്. ഈ ന്യായപ്രമാണമല്ല മരണമായി തീർന്നത്, എന്നിലുള്ള പാപമാണ്. അത്യന്ത പാപമായി തീരേണ്ടത് തന്നെ, അത് പാപമായി തീരേണ്ടതിനാണ് തന്നത്. എന്നെ പാപം മനസ്സിലാക്കി തരുന്നത് ഈ ന്യായപ്രമാണമാണ്. 15 തൊട്ട് പൗലോസ് പറയുകയാണ്, ദ ലോ കനോട്ട് എനേബിൾ യു ടു ഡു ഗുഡ്. നിനക്ക് ന്യായപ്രമാണം കൊണ്ട് നന്മ ചെയ്യാൻ ഒക്കത്തില്ല. 15 തൊട്ടുള്ള വാക്യം നോക്കിയാട്ടെ. 15 തൊട്ട് 21 വരെയുള്ള വാക്യം. ഞാൻ പ്രവർത്തിക്കുന്നത് ഞാനല്ല. 14-ാം വാക്യത്തിൽ ന്യായപ്രമാണം ആത്മീയം നാം അറിയുന്നു, ഞാനോ ജഡമയൻ പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ. ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല. ഞാൻ ഇച്ഛിക്കുന്നതിനെ അല്ല, പകയ്ക്കുന്നതിനെ അത്രേ ചെയ്യുന്നത്. ഞാൻ ഇച്ഛിക്കുന്നതിനെ ചെയ്യുന്നെങ്കിലോ ന്യായപ്രമാണം നല്ലതെന്ന് ഞാൻ സമ്മതിക്കുന്നു.
ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നെങ്കിലോ ന്യായപ്രമാണം നല്ലത് ഞാൻ അറിയും. ആകയാൽ അതിനെ പ്രവർത്തിക്കാൻ ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. എന്നിൽ എന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കൊണ്ട് പ്രവർത്തിക്കുന്നതോ ഇല്ല. ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ. ഇച്ഛിക്കാത്ത തിന്മയത്രേ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നെങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. അങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എൻ്റെ പക്കലുണ്ട് എന്നൊരു പ്രമാണം കാണുന്നു. ന്യായപ്രമാണത്തിൻ്റെ ശുശ്രൂഷയുടെ ഒരു വലിയ കാര്യമാണ് നമ്മളിവിടെ വായിച്ചത്. എന്നിൽ പാപം വസിക്കുന്നു. ന്യായപ്രമാണം അനുസരിക്കാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് ഇച്ഛിക്കാത്തതൊക്കെ ഞാൻ പ്രവർത്തിക്കുകയാണ്. 7-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ഞാൻ ജഡമയനാണ്. 18-ാം വാക്യം നോക്കിയാട്ടെ. 18-ാം വാക്യത്തിൽ വായിക്കുന്നു, എന്നിൽ എന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല. 20-ാം വാക്യം നോക്കിയാട്ടെ. എന്നിൽ വസിക്കുന്ന പാപം. അപ്പം എന്നിൽ വസിക്കുന്ന പാപം, എൻ്റെ ജഡത്തിൽ വസിക്കുന്ന പാപം, എന്നിലൊരു നന്മയും വസിക്കുന്നില്ല. ദർ ഈസ് നോ ഗുഡ് ഇൻ മീ. ദൈവം കാണിച്ചു തരികയാണ്, നിന്നിൽ യാതൊരു നന്മയും വസിക്കുന്നില്ല. ഈ ന്യായപ്രമാണം അതെനിക്ക് മനസ്സിലാക്കി തരികയാണ്. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, ഇവിടെ പൗലോസ് പറയുകയാണ്, നന്മ ചെയ്യുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ദാറ്റ് ഈസ് മൈ മൈൻഡ്, മൈ വിൽ ആൻഡ് ബോഡി. എന്നാൽ എന്നിൽ വേറൊരു പ്രമാണമുണ്ട്, എൻ്റെ പഴയ മനുഷ്യൻ. അപ്പോൾ എൻ്റെ പഴയ മനുഷ്യനും പുതിയ മനുഷ്യനും തമ്മിലുള്ള രണ്ട് വ്യത്യസ്തമായ ക്യാരക്ടറിലുണ്ട്. മറ്റു വിധത്തിൽ പറഞ്ഞാൽ, എന്നിൽ എൻ്റെ ജഡവും എന്നിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയും. പൗലോസിൻ്റെ അനുഭവം പറയുന്നു, താൻ ആഗ്രഹിക്കുന്ന നന്മ ചെയ്യുവാൻ കഴിയുന്നില്ല. തനിക്ക് ചെയ്യുവാൻ ഇഷ്ടമില്ലാത്ത തിന്മകൾ പലപ്പോഴും ചെയ്യുന്നു. ദൈവത്തിൻ്റെ പ്രമാണത്തെ എനിക്ക് അനുസരിപ്പാൻ കഴിയുന്നില്ല. പൗലോസിൻ്റെ വാക്കുകളാണ്. ഇനിയും എത്ര ശ്രമിച്ച് നന്മ ചെയ്താലും പൗലോസിന് പറയാൻ കഴിയുന്നത് എന്താണെന്നറിയാമോ? എല്ലാ ദൈവദാസന്മാർക്കും പറയാൻ കഴിയുന്നത് ലൂക്കോസ് 17:10 കർത്താവ് പറഞ്ഞു. ലൂക്കോസ് 17:10, ഈവൻ ഇഫ് യു ട്രൈ ആൻഡ് ഡു ദ ബെസ്റ്റ് യു ക്യാൻ, ഈവൻ ഇഫ് യു സെർവ് ഗോഡ് ആൻഡ് ഡു ദ ബെസ്റ്റ് യു ക്യാൻ. ലൂക്കോസ് 17:10, ഔവണം നിങ്ങൾ കൽപ്പിച്ചതൊക്കെയും ചെയ്ത ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ, ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ. അവിടെ പൗലോസ് പറയുകയാണ്, even after doing all that you have to do, you have to admit that I am an unprofitable servant. There is a taint of sin. എനിക്ക് ഇത് ചെയ്യുമ്പോഴും എന്നിൽ ഒരു പാപത്തിൻ്റെ ഒരു സ്പർശനമുണ്ട്. ഞാനൊരു ദൈവദാസനാണ്, സത്യം പറയാം. ഞാൻ ശുശ്രൂഷയിലൊക്കെ നിൽക്കുമ്പോഴും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, ദൈവം നിനക്ക് ഇഷ്ടമുള്ള പോലെ എനിക്ക് ചിന്തിക്കാനോട് എന്നെ സഹായിക്കണേ. നീ ഇച്ഛിക്കുന്ന പോലെ ചിന്തിക്കാനും മറ്റുള്ളവരെ കാണാനും ഒക്കെ സാധിക്കത്തില്ല. വി ആർ ടൈൻറ്റഡ് ബൈ സിൻ. പലതും നമ്മൾ പ്രവർത്തിച്ചേക്കാം, പലരെയും രക്ഷയിലേക്ക് ഒരുപക്ഷെ കൊണ്ടുവന്നേക്കാം. നമുക്ക് ഒരു കാര്യം സമ്മതിക്കേണ്ടി വരും, ലോർഡ്, ഐ ആം ആൻ അൺപ്രോഫിറ്റബിൾ സെർവൻറ്റ്. എൻ്റെ ജീവിതം പൗലോസ് പറഞ്ഞ പോലെ അറ്റൈൻഡഡ് വിത്ത് സിൻ. 21-ാമത്തെ വാക്യം ഞാൻ NIV ട്രാൻസ്ലേഷൻ ഒന്ന് വായിക്കാൻ പോവുകയാണ്. മലയാളത്തിൽ അങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എൻ്റെ പക്കലുണ്ടെന്നൊരു പ്രമാണം കാണുന്നു. ഞാൻ NIV ബൈബിൾ വായിക്കാം. So I find this law at work. When I want to do good, evil is right there with me. When I want to do good, I find that evil is right with me. ഞാൻ നന്മ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഈ ഈവിൾ, ഈ ദുഷ്ടത, ഇറ്റ് ഈസ് റൈറ്റ് ദർ വിത്ത് മീ, അതെന്നോട് കൂടെ ഉണ്ടെന്ന് എനിക്കറിയാം. എല്ലാം ചെയ്തു, അവനെ ശുശ്രൂഷിച്ചു. ലോർഡ്, ഐ ആം എ അൺപ്രോഫിറ്റബിൾ മാൻ. കർത്താവ് പറഞ്ഞു അങ്ങനെ പറയാൻ. കർത്താവിനറിയാം നമ്മുടെ ക്യാരക്ടർ. അപ്പോൾ നമ്മൾ ഇതുവരെ ചിന്തിച്ചുകൊണ്ടിരുന്ന പോലെ ന്യായപ്രമാണം ഇറ്റ് റിവീൽസ് സിൻ, പാപത്തെ എനിക്ക് ബോധ്യമാക്കി തരുന്നു. മോഹിക്കരുതെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ എൻ്റെ അറിയത്തില്ല, അത് മനസ്സിലാക്കി തരും. ഇറ്റ് അറൗസസ് സിൻ. ചെയ്യരുതെന്ന് പറയുമ്പോൾ, ചെയ്യുവാനൊരു പ്രേരണയിൽ ഉണ്ടാകുമ്പോൾ പാപത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് ന്യായപ്രമാണമാണ്. മൂന്നാമത് നമ്മൾ ചിന്തിച്ചു, ഞാൻ എത്ര പാപമായ ഒരു മനുഷ്യനാണ്, പാപമുള്ള മനുഷ്യനാണെന്ന് എന്നെ മനസ്സിലാക്കി തരുന്നു. പാപം, ന്യായപ്രമാണം, നന്മ ചെയ്യുവാൻ
എന്നെ പ്രേരിപ്പിക്കുന്നില്ല, എനിക്കതുകൊണ്ട് സാധിക്കുന്നില്ല. ന്യായപ്രമാണം എന്നെ ഉള്ളവനാണെന്ന് ബോധ്യമാക്കി തരുന്നു. ഇനി ലാസ്റ്റിലെ പൗലോസ് പറയുന്ന കാര്യം 21 തൊട്ട് 25 വരെയുള്ള വാക്യം, ദ ലോ കനോട്ട് സെറ്റ് യു ഫ്രീ. ന്യായപ്രമാണത്തിൽ നിന്നെ സ്വതന്ത്രമാക്കാൻ സാധ്യമല്ല. 21 വാക്യം തുടങ്ങി, അങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എൻ്റെ പക്കലുണ്ടെന്നൊരു പ്രമാണം ഞാൻ കാണുന്നു. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു. എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു. അതെൻ്റെ അവയവങ്ങളെ പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കിയിരിക്കുന്നു. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായി ശരീരത്തിനെ ആർ വിടുവിക്കും? നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ഞാൻ തന്നെ ബുദ്ധി കൊണ്ട് ദൈവത്തിൻ്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിൻ്റെ പ്രമാണത്തെയും സേവിക്കുന്നു. ഡിസിഷൻസ് അപ്പോൺ ഡിസിഷൻ, ഒരുപാട് തീരുമാനങ്ങളൊക്കെയാണ്. ഇനി ഞാൻ ദൈവത്തെ സേവിക്കാൻ പോവുകയാണ്, ഇനി ഞാൻ ദൈവത്തെ അനുസരിക്കാൻ പോവുകയാണ്. അങ്ങനെ കുറേ എനർജി കൊണ്ട് ചെയ്യും, ഞാൻ വീണു പോകും. എന്താ കാരണം? ഇപ്പം നമ്മൾ പഠിച്ചതാണ് കാരണം. എൻ്റെ ശക്തി കൊണ്ട് എനിക്ക് സാധ്യമല്ല. പൗലോസ് പറഞ്ഞ പോലെ എന്നില് ന്യായപ്രമാണം പാപത്തിൻ്റെ ശക്തിയാണ്. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നുണ്ട്. എൻ്റെ ഇൻവേർഡ് മാൻ രാവും പകലും രസിക്കുകയാണ്. പക്ഷേ എൻ്റെ പഴയ മനുഷ്യനുണ്ടല്ലോ, അവൻ ഇഷ്ടമാ പഴയതൊക്കെയാ. എത്ര നോക്കിയാലും ആ ഇൻ്റർനെറ്റൊക്കെ കയ്യിലെടുത്ത് എത്ര അതെല്ലാം പഴയ മനുഷ്യനാണ്. ആ ഒരു പ്രേരണ, മനസ്സിൻ്റെ ഉള്ളിലെ ഒരു പ്രേരണ എന്നെ അങ്ങോട്ട് വലിച്ചുകൊണ്ട് പോവുകയാണ്. പാപം ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുകയാണ്. ഇറ്റ് എറൗസസ് സിൻ. ചെയ്യരുത്, നോക്കരുത്, നീ അതിനകത്തോട്ട് നോക്കരുത്, നിനക്കുള്ളതല്ല അത്. അങ്ങനെ ചിന്ത വരുമ്പോഴത്തേക്ക് അങ്ങോട്ട് പോകാൻ തോന്നും. എന്നെ പ്രേരിപ്പിക്കുകയാണ്. പൗലോസ് പറഞ്ഞതാണ്, ഇറ്റ് എറൗസസ് മീ. പൗലോസ് കിടന്ന് കഷ്ടപ്പെട്ടിട്ട് പറഞ്ഞു, അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ. അയ്യോ, 24 വാക്യത്തിൽ ഐ ആം എ റെച്ചഡ് മാൻ. റെച്ചഡ് എന്നുള്ള വാക്ക് ഗ്രീക്കിൽ ഞാൻ ഓർപ്പിച്ചു. ഒരു യുദ്ധം ചെയ്ത് തളരുന്ന മനുഷ്യൻ. അവൻ്റെ കരങ്ങളൊക്കെ തളർന്നു. He cannot go onward. He is exhausted by a battle. ഒരു യുദ്ധം ചെയ്ത് തളർന്ന മനുഷ്യൻ. ആരെന്നെ വിടുവിക്കും? അവിടെയാണ് അവൻ സഹായത്തിന് വേണ്ടി നോക്കുന്നത്. Is there anybody to deliver me? എന്നെ വിടുവിക്കാൻ ആരെങ്കിലും ഉണ്ടോ? നോക്കുക, എന്നെ വിടുവിക്കാൻ ഒരുവനുണ്ട്. എങ്ങനെ വിടുവിക്കപ്പെടുന്നു എന്നുള്ളത് 8-ാം അധ്യായത്തിൽ പഠിപ്പിക്കുമ്പോൾ എന്നെ വിടുവിക്കുന്നത് ആരാണെന്ന് നോക്കാട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ 25-ാം വാക്യത്തിൽ വായിക്കുന്നു, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ബുദ്ധി കൊണ്ട് ദൈവത്തിൻ്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിൻ്റെ പ്രമാണത്തെയും സേവിക്കുന്നു. ഇതൊരു ഡിവൈഡഡ് ലൈഫല്ല. ഇറ്റ് ഈസ് നോട്ട് എ split personality. It is a struggle within me between the flesh and the spirit. എൻ്റെ ഉള്ളിലെ ആത്മാവും എൻ്റെ ജഡവും തമ്മിലുള്ള ഒരു പോരാട്ടം. ഒരു വാക്യം വായിക്കാം, ഒരു ഭാഗം വായിക്കാം. ഗലാത്യ ലേഖനം തന്നെ എടുക്കാം. ഇത് 7-ാം അധ്യായം പഠിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുക, ഈ ഗലാത്യ ലേഖനം കൊണ്ടൊന്ന് പഠിക്കണോ. ഈ 7-ാം അധ്യായത്തിൻ്റെ എക്സ്പോസിഷൻ ആക്ച്വലി ഈ ഗലേഷ്യൻസ്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ സഭയിലൊക്കെ പഠിപ്പിക്കേണ്ട ഭാഗങ്ങളാണ് ഈ 7-ാം അധ്യായം ഗലാത്യ ലേഖനം. കുറച്ച് വഴക്കൊക്കെ കുറേ പേരെങ്കിലും ഒക്കെ അനുസരിച്ചേനെ. ഗലാത്യർ 5-ന്റെ 16 തൊട്ടുള്ള വാക്യം നോക്കിയേ. 5-ാം അധ്യായത്തിൻ്റെ 16 തൊട്ടുള്ള വാക്യം, ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കില്ലെന്ന് ഞാൻ പറയുന്നു. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. അതാ പൗലോസ് പറഞ്ഞേ. ഈ 7-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യത്തിലാണ് പറഞ്ഞത്, ബുദ്ധി കൊണ്ട് ദൈവത്തിൻ്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിൻ്റെ പ്രമാണത്തെയും സേവിക്കുന്നു. ഇവിടെ പറഞ്ഞത് എന്താണ്? ഇവിടെ പറഞ്ഞു നോക്കിയാട്ടെ, ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമാണ്. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമാണ്. വാട്ട് കൺട്രോൾസ് യു? എന്ത് നിങ്ങളെ നയിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. ബുദ്ധി കൊണ്ട് ദൈവത്തിൻ്റെ പ്രമാണം, ജഡം കൊണ്ട് പാപത്തിൻ്റെ പ്രമാണം. ഏത് പ്രമാണമാണ് നിങ്ങളെ നിയന്ത്രിക്കുന്നത്? എന്നിലൊരു നന്മയും വസിക്കുന്നില്ല. ശ്രദ്ധിച്ചാൽ ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. ഈ ജഡത്തെക്കുറിച്ച് പറയുന്നിടത്തൊക്കെ, ഈ പഴയ മനുഷ്യനെക്കുറിച്ച് പറയുന്നിടത്തെല്ലാം ഒരു ഗുണവുമില്ലെന്നാണ് പറയുന്നത്. 1, 2, 3 വാക്യം ഞാൻ പറയാം. റോമലേഖനം 7-18, എന്നിൽ നന്മ വസിക്കുന്നില്ല. റോമർ 7-18 നന്മ വസിക്കുന്നില്ല. യോഹന്നാൻ 6-63, യോഹന്നാൻ 6-63, ജഡം ഒന്നിനും ഉപകരിക്കുന്നില്ല.
മാംസമൊന്നിനും ഉപകരിക്കുന്നില്ലെന്നാ മലയാളത്തിൽ വന്നിരിക്കുന്നത്. പക്ഷേ ഫ്ലഷ് പ്രോഫിറ്റത്ത് നത്തിങ് എന്ന, ജഡമൊന്നിനും ഉപകരിക്കുന്നില്ല. ഫിലിപ്പിയർ 3:3 ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുക. ഫിലിപ്പിയർ 3:3. അപ്പം ജഡമെന്നുള്ളത്, എൻ്റെ പഴയ മനുഷ്യൻ എന്നുള്ളത് ദൈവത്തെ സേവിക്കാൻ ഒരു വിധത്തിലും എന്നെ അനുവദിക്കുന്നില്ല. ഇറ്റ് കനോട്ട് സെർവ് ഗോഡ്, ഇറ്റ് കനോട്ട് പ്ലീസ് ഗോഡ്. പിന്നെ എന്തോ ചെയ്യണം? ഇനി ഒരു രഹസ്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താൻ പോവുകയാണ്. ഒരു രഹസ്യം കൂടെ പറയാൻ പോവുകയാണ്. 7-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം. അത് നിങ്ങളെല്ലാം നിങ്ങളുടെ ബൈബിളിൻ്റെ സൈഡിലോ അവിടെ ആ വാക്യമെങ്കിലും ഒന്ന് കുറിച്ച് വെക്കണം. എന്നിട്ട് ചുമ്മാ അത് വീട്ടിൽ ഇരുന്നൊന്ന് ധ്യാനിക്കണം. എന്നെ അത് ഒരുപാട് ആനന്ദിപ്പിക്കുന്നു. റോമലേഖനം 7:19 മലയാളത്തിൽ അല്ലേ? ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ, ഇച്ഛിക്കാത്ത തിന്മ അത്ര പ്രവർത്തിക്കുന്നത്. 19-ാം വാക്യം. ഇച്ഛിക്കാത്ത. ഫോർ ടു വിൽ ഈസ് പ്രസന്റ് വിത്ത് മീ, ബട്ട് ഹൗ ടു പെർഫോം ദാറ്റ് വിച്ച് ഈസ് ഗുഡ് ഐ ഫൈൻഡ് നോട്ട്. 18-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, നന്മ ചെയ്യുവാൻ എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും അത് ചെയ്യുവാനായിട്ട് എനിക്ക് കഴിയുന്നില്ല. അടുത്ത വാക്യം ഫിലിപ്പ് ലേഖനം എടുത്താട്ടെ 2:13. ഇവിടെയാണ് ഇതിൻ്റെ ആൻസർ കിട്ടുന്നത്. ഫിലിപ്പിയർ 2:13 റെമഡി. ഫിലിപ്പ് ലേഖനം 2:13. അത് ആ വാക്യത്തോട് ചേർത്തൊന്ന് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് പിന്നെ ധ്യാനിക്കുമ്പോൾ അത് ശ്രദ്ധിക്കാൻ കഴിയും. ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ എനിക്കിച്ഛിക്കാൻ കഴിയുന്നില്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് പൗലോസ് പറയുന്നു ചെയ്യുന്നത്. എന്നാൽ 2:13 നോക്കിയാട്ടെ. 2:13 ഇച്ഛിക്കുന്നതും പ്രവർത്തിക്കുന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. എന്തൊരു വാക്യമാണ്! ഇറ്റ് ഈസ് ഗോഡ് വിച്ച് വർക്കത്ത് ഇൻ യു both to will and to do his good pleasure. ഇവിടെ നമ്മൾ വായിച്ചു, ഇച്ഛിക്കുന്നതല്ല ചെയ്യുന്നത്, ഇച്ഛിക്കാത്ത തിന്മയാണ് പ്രവർത്തിക്കുന്നത്. എൻ്റെ ജഡത്തിൻ്റെ ആ ബലഹീനത നിമിത്തം ഞാനതാണ് ചെയ്യുന്നത്. യേശുക്രിസ്തുവിനോട് ബന്ധപ്പെട്ടു, മരിച്ചു, ന്യായപ്രമാണത്തിന് മരിച്ചു. ക്രിസ്തുവിനോട് ഞാൻ ബന്ധപ്പെട്ടു. ഒരു ഭാര്യ ഭർത്താവിനോട് ബന്ധപ്പെടുമ്പോൾ അവൾ ഒരു ശരീരമായി മാറുന്നു. അവർ മേലാൽ രണ്ടല്ല ഒന്നാണ്. ക്രിസ്തുവിനോട് ഞാൻ ഒന്നായി മാറി. എന്നിൽ ഇച്ഛ ഉളവാക്കുന്ന ആരാണ്? ക്രിസ്തുവാണ്. അത് പ്രവർത്തിക്കുന്ന ആരാണ്? ക്രിസ്തുവാണ്. എൻ്റെ സൗരന്മാരെ ഒരു കാര്യം ഓർത്തു. എന്നിൽ ഇച്ഛ ഉളവാക്കി നിവർത്തിച്ചെടുക്കുന്നത് കർത്താവാണ്. ഒന്ന് പ്രവർത്തിപ്പാൻ നിങ്ങളിൽ ഇച്ഛ ഉളവാക്കുന്നതും അത് നിവർത്തിക്കുന്നതും യേശു ക്രിസ്തുവാണ്. പൗലോസ് പറഞ്ഞ പോലെ ഞാനല്ല ഇനി ഇച്ഛിക്കുന്നത്, ഞാൻ മരിച്ചു, ഞാൻ മറ്റൊരുത്തൻ്റെതായി മാറി, അവനോട് ഞാൻ ബന്ധപ്പെട്ടു, അവൻ എൻ്റെ ആത്മഭർത്താവാണ്, എന്നിൽ ഇച്ഛ ഉളവാക്കി അത് നിവർത്തിച്ചെടുക്കുന്നവനാണ്. ഞാനിങ്ങനെ പറയട്ടെ, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ എന്തിനാണ് ആ കിരീടം അവൻ്റെ പാദത്തിലിടുന്നത്? നമ്മുടെ പ്രവൃത്തികൾക്ക് പ്രതികൂലമായി കിരീടങ്ങൾ തരുമ്പോൾ, നമ്മെ അഭിനന്ദിക്കുമ്പോൾ ആ കിരീടങ്ങൾ നമ്മുടെ ശിരസിൽ നിന്നെടുത്ത് അവൻ്റെ പാദത്തിലിട്ട് നമ്മൾ എന്തിനാ നമസ്കരിക്കുന്നത്? കർത്താവേ, ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നീ എന്നെ എനേബിൾ ചെയ്തുകൊണ്ടാണ്. നീ എൻ്റെ ഹൃദയത്തിൽ പ്രേരണ തന്നു, നീ അതെന്നെ കൊണ്ട് ചെയ്യിച്ചെടുത്തു. രാജവൃന്ദത്തിന് ഈ ഇതെടുത്ത് റെക്കോർഡ് ചെയ്ത് കഷ്ടപ്പെടുന്നതൊക്കെ എത്ര മണിക്കൂർ റെക്കോർഡ് ചെയ്യാനും ഇത് എഡിറ്റ് ചെയ്യാനും ഒക്കെ കഷ്ടപ്പെടുന്നത് ഇച്ഛയുളവാക്കി ദൈവം അത് നിവർത്തിച്ചെടുക്കുന്നു. ആ കിരീടങ്ങൾ കിട്ടുമ്പോൾ, പ്രതിഫലം കിട്ടുമ്പോൾ, കർത്താവേ, നീ മൂലമാണ് ഞാനിത് ചെയ്തത്, എന്നിൽ ഇച്ഛയുളവാക്കിയതും നിവർത്തിച്ചതും നീയാണ്. അവന് മഹത്വം. സോന്മാരെ, വി ഷുഡ് നോട്ട് ബി ലീഗലിസ്റ്റ്. നമ്മൾ ഓർത്ത പോലെ ഈ പരീശന്മാരായി മാറരുത്. നമ്മൾ ഓർക്കണം, പരീശനെ കുറിച്ച് കർത്താവ് പറഞ്ഞ വാക്കൂടെ പറഞ്ഞാൽ നിർത്താം. മത്തായിയുടെ സുവിശേഷം 23:27. മത്തായി 23:27 പരീശനെ കുറിച്ച് കർത്താവ് പറഞ്ഞു. മത്തായി 23:27 വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരും നിങ്ങൾക്ക് ആ കഷ്ടം, വെള്ളതേച്ച ശവക്കല്ലറകളോട് നിങ്ങൾ ഒത്തിരിക്കുന്നു. അവ പുറമേ അഴകായി ശോഭിക്കുന്നെങ്കിലും അകമേ ചത്തവരുടെ അസ്ഥികളും സകലവിധ അശുദ്ധിയും നിറഞ്ഞിരിക്കുന്നു. പുറമേ എല്ലാം. ഈ പരീശൻ പുറമേ നോക്കിയാൽ അവൻ വലിയ ഭക്തനാണ്. അകമോ, കർത്താവ് പറഞ്ഞു, ചത്ത അസ്ഥികളും ശവങ്ങളും നിറഞ്ഞ പോലെയാണ്. ഇസ് ഇൻവേർഡ്. ന്യായപ്രമാണം അനുസരിക്കുന്ന ആ മനുഷ്യൻ്റെ എങ്ങനെ വിടുതൽ കിട്ടും? ഇനി എങ്ങനെ ഈ അവൻ എന്നെ ഇച്ഛ ഉളവാക്കി എന്നിൽ നിവർത്തിച്ചെടുക്കും? നമ്മൾ ഓർത്തു, ആത്മാവിൻ്റെ പുതുക്കം. 8-ാം അധ്യായം മുഴുവൻ അതാണ്.
8-ാം അധ്യായം മുഴുവനതാ. ജീവന്റെ പുതുക്കവും ആത്മാവിൻ്റെ പുതുക്കവും. ക്രിസ്തുവോടുള്ള ബന്ധം നമ്മളിൽ ഇച്ഛയുളവാക്കി അത് നിവർത്തിച്ചെടുക്കുന്ന കർത്താവ്, അവന് മഹത്വം. പ്രാർത്ഥിക്കാം.